പാലയ പാലയ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ശ്രീഭദ്രേ നാരായണ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമേന്ദ്രസ്വാമികളെ ശരണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണ ശീലുകളിൽ അയോധ്യാഖണ്ഡത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ അനുസന്ധാനം ചെയ്യണത്. പാരായണം ചെയ്തു കഴിഞ്ഞു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, രണ്ട് തലങ്ങളിലാണ് നമ്മൾ രാമായണത്തെ കാണുന്നത്. ഒന്ന് രാമായണ കഥകൾ, മറ്റൊന്ന് ആ രാമായണ കഥാഗോളത്തിൽ ഉറച്ചിരിക്കുന്നതായിട്ടുള്ള രാമായണ തത്വങ്ങൾ. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ തത്വങ്ങളുണ്ടെന്നും നമ്മൾ ഇന്നലെ അനുസ്മരിക്കുകയുണ്ടായി. ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത് ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമികൾ ജനകാത്മജയായിട്ടുള്ള സീതയോടും സൗമിത്രിയോടും കൂടിയിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ വനയാത്ര ആരംഭിക്കുന്നതും വനയാത്രയിലേക്ക് തുടങ്ങുന്നതുമാണ്. ഇന്ന് നമ്മൾ കുറച്ചു നേരം അനുസ്മരിക്കാൻ വേണ്ടി പോകുന്നത് രാമായണത്തിൻ്റെ രചയിതാവായിട്ടുള്ള വാൽമീകിയുടെ ചരിത്രമാണ്. ഇത് രണ്ടും തത്വപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ദുഷ്ടന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ എങ്ങനെ മനസ്സ് ദുഷിച്ചു പോകുന്നു എന്ന് കാണിക്കുന്നതാണ് വനയാത്രയ്ക്കുള്ള ഭാവം. കൈകേയി എന്നുള്ള പ്രാരാബ്ധം, ആ പ്രാരാബ്ധത്തിൻ്റെ മനസ്സ് ദുഷിക്കാൻ വേണ്ടിയിട്ട് കാരണമായത് മന്ധര എന്നുള്ള ജന്മവാസനയാണ്. മന്ധര എന്നുള്ള ജന്മവാസന കൊണ്ട്, ദുഷിച്ച വാസനകൾ കൊണ്ട് മനസ്സ് എങ്ങനെയാണ് ചീത്തയാകുന്നത്, ദുർജനങ്ങളുടെ സംസർഗം കൊണ്ട് മനസ്സ് എങ്ങനെ ദുഷിച്ചതാവും, അതിൻ്റെ ഫലമായിട്ട് ദുഷ്കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്ത് അതിൻ്റെ ഫലം ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം, അല്ലേ? മന്ത്രയുടെ ഒരു ശക്തിക്ക് ഈ ദുർജനങ്ങൾക്ക് ശക്തി കൂടുകയും, സജ്ജനങ്ങളെക്കാൾ ശക്തി കൂടും ദുർജനങ്ങൾക്ക്. നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുന്നത് ദുർജനങ്ങളാണ്, ദുഷ്ടശക്തികളാണ് മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുക. കാരണം അതിന് ശക്തി കൂടും, ദുഷ്ടത്വത്തിന് ശക്തി കൂടും. അപ്പം മന്ധര എന്നുള്ള ദുഷ്ടശക്തിയുടെ സ്വാധീനം കൊണ്ട് കൈകേയിയുടെ മനസ്സ് ദുഷ്ടമായി, സ്വാർത്ഥത വന്നു. തൻ്റെ പുത്രന് അധികാരം കിട്ടണം എന്നുള്ള ഭാവത്തിൽ താൻ പണ്ട് തനിക്ക് തന്നിരുന്ന വരങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വനത്തിന് വേണ്ടി പുറപ്പെട്ടു, വനയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്.
സീതാദേവിയോട് കൂടി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് തമസാ നദിയും കടന്ന് ശൃംഗവേരാധിപനായിട്ടുള്ള ഗുഹനെ അനുഗ്രഹിച്ച് ഗുഹൻ്റെ കൂടെ തോണിയിൽ കയറി പതുക്കെ പ്രയാഗയിലേക്ക് ചെല്ലുന്നതായിട്ടുള്ള ഭാഗമാണ് ഇന്നലെ നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത് അല്ലേ. ശ്രീരാമചന്ദ്രസ്വാമികളും സീതയും ലക്ഷ്മണനും ഭക്തനായിട്ടുള്ള നിഷാദ അധിപനായിട്ടുള്ള ഗുഹൻ്റെ തോണിയിൽ കയറി പ്രയാഗിൽ ചെന്നു. പ്രയാഗ്, തമസ, യമുന അല്ലേ, സരസ്വതി മുതലായിട്ടുള്ള ത്രിവേണി സംഗമം, അതാണ് പ്രയാഗയുടെ പ്രത്യേകത. പ്രയാഗിൽ പോയിട്ടുള്ളവർക്കറിയാം 3 പ്രധാനമായിട്ടുള്ള നദികൾ അല്ലേ, ത്രിവേണി സംഗമം നടക്കുന്നതായിട്ടുള്ള ഗംഗ, യമുന, സരസ്വതി മുതലായിട്ടുള്ള നദികൾ. ഒന്ന് ഇന്ന് അസ്പൃശ്യമായ നദിയാണ് സരസ്വതി നദിയെ നമുക്കിന്ന് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കഴിയില്ല. ബാക്കിയുള്ള 2 നദികളെയും നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാം. മറ്റത് അന്തർധാരയാണ്. സരസ്വതി എന്ന് പറയുന്നത് അന്തർധാരയാണ്, മനസ്സിൻ്റെ ഉള്ളിൽ കൂടി ഒഴുകുന്ന നദിയാണ് സരസ്വതി. അത് പുറമേക്ക് കാണാൻ പറ്റില്ല. മനസ്സിനെ പുറമേക്ക് കാണാൻ പറ്റുമോ? ഇന്ന് എത്ര സുഖമായിരുന്നു അല്ലേ. നമ്മുടെ മനസ്സിനെ പുറമേക്ക് ഒരാൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര സുഖമായിരുന്നു. അന്തർധാരയിൽ കൂടി പോകുന്നതാണ് സരസ്വതി നദി. സരസ്വതി എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിളങ്ങുന്നുണ്ട്. അത് നമുക്ക് ഈ പുറമേക്ക് തുറന്നിരിക്കുന്ന കണ്ണുകൊണ്ട് ഗോചരമല്ല. നമുക്ക് 2 കണ്ണുണ്ട്. ഒന്ന് പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഇതിന് മാംസാക്ഷികൾ എന്നാണ് പറയുക വേദജ്ഞന്മാർ. മാംസളമായിട്ടുള്ള കണ്ണുകൾ, ഇതാണ് പുറമേക്ക് തുറക്കുന്ന കണ്ണുകൾ. ഈ കണ്ണുകൾ കൂടാതെ നമുക്ക് ഉള്ളിലേക്ക് തുറക്കുന്ന ഒരു കണ്ണുണ്ട്. അതിന് നമ്മൾ അകക്കണ്ണ് എന്ന് പറയും. ഉള്ളിലേക്ക് തുറക്കുന്ന ഒരു കണ്ണ് അല്ലേ. ആ കണ്ണുള്ളത് കൊണ്ടാണല്ലോ കണ്ണടച്ചാലും നമ്മൾ പലതും കാണുന്നത്. മാംസളമായിട്ടുള്ള ഈ കണ്ണടച്ചിട്ടിരുന്നാലും നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്. ഒന്നും കാണാണ്ടിരിക്കണ്ടോ? ഉണ്ടോ? കണ്ണടച്ചെങ്കിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആരും ഒന്നും കാണണില്ല എന്ന്. എന്തെല്ലാം കാണുന്നു. അപ്പോൾ ഉള്ളിലുള്ളൊരു കണ്ണുണ്ട്. അപ്പോൾ ഈ ഉള്ളിലുള്ള കണ്ണ് ഗോചരമല്ല. അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ മാംസളമായിട്ടുള്ള കണ്ണ് വേണമെന്നില്ല. മനസ്സിലായോ? പുറമേക്കുള്ള ഇന്ദ്രിയങ്ങൾ വേണമെന്നില്ല. അനുഭവം ഉണ്ടാവണമെങ്കിൽ. അനുഭവമാണ് ഈശ്വരൻ, അനുഭവമാണ് ദേവി, അനുഭവമാണ് ഗുരുവായൂരപ്പൻ. ഈ അനുഭവം ഉണ്ടാവണമെങ്കിൽ പുറമേക്ക് തുറന്നിരിക്കുന്നതായിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങൾ വേണമെന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കണ്ണില്ലാത്തതും ചെവി കേൾക്കാത്തതും ആയിട്ടുള്ള എത്രയോ ഭക്തന്മാര് അല്ലേ, ഗുരുവായൂരപ്പൻ്റെ ആശ്രിതന്മാരായിട്ടുള്ള എത്രയോ ഭക്തന്മാര്, ദേവിയുടെ ആശ്രിതന്മാരായിട്ടുള്ള എത്രയോ ഭക്തന്മാരുണ്ട്. അവർക്ക് ഗുരുവായൂരപ്പൻ്റെയും ദേവിയുടെയും അനുഭവം ഉണ്ടാവുന്നില്ലേ? ഇപ്പം പുറമേക്കുള്ള കണ്ണുകളല്ല, ഈ പുറമേക്കുള്ള ഗോചരമായിട്ടുള്ള ഭാഗങ്ങളല്ല, ഉള്ളിലുള്ള ഭാവങ്ങളെ ഉണർത്തുന്നതാണ് സരസ്വതി നദിയുടെ ഭാവം. ഈ ത്രിവേണി സംഗമത്തിൽ ചെന്ന് പ്രയാഗയിലേക്ക് ചെന്ന് ഗുഹനെ അനുഗ്രഹിച്ച് ശ്രീരാമചന്ദ്രസ്വാമികൾ തോണിയിൽ നിന്ന് ഇറങ്ങി. പ്രയാഗിലാണ് ഭരദ്വാജൻ്റെ ആശ്രമം. പ്രയാഗിൽ ചെന്ന് ഉടനെ തന്നെ ശരീരത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടെ കാട്ടിൽ തിരിച്ചിരിക്കുന്നതായിട്ടുള്ള ചില ബലിമൃഗങ്ങളെ കൊന്ന് ഭക്ഷണം കഴിച്ച് അവരങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാതി നിത്യകർമ്മം ചെയ്തു. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം, മാർത്താണ്ഡദേവൻ അങ്ങോട്ട് ഉദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, സൂര്യൻ ഉദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വേഗം തന്നെ പ്രയാഗിൽ പോയിട്ട് ശുദ്ധമായ നദിയിൽ പോയി കുളിച്ച് അർഘ്യാദികൾ ചെയ്തു. രാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പ് നടക്കേണ്ടതാണ് എന്ത്? സ്നാനം എന്ന് പറയുന്നത്. സ്നാനം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുമ്പ് സൂര്യ ഉദയത്തിനോടനുബന്ധിച്ച സ്നാനവും കഴിയണമെന്നാണ്. എന്നിട്ട് സൂര്യനെ വന്ദിച്ച് അർഘ്യാദികൾ ചെയ്യുക. അതൊരു ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ തുടക്കമാണ്. അങ്ങനെയുള്ള തുടക്കങ്ങളൊക്കെ ചെയ്ത് അർഘ്യാദികളൊക്കെ ചെയ്ത് ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ഭരദ്വാജൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് ചെന്നെത്തി. ആരാ ഭരദ്വാജൻ?
സപ്തർഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ശിവര്യനാണ് ഭരദ്വാജൻ, അല്ലേ? ഭാരതത്തിലും രാമായണത്തിലുമൊക്കെ വർണ്ണിച്ചിട്ടുള്ളത് അതിശ്രേഷ്ഠരായിട്ടുള്ള മുനിവര്യനാണ് ഭരദ്വാജ മഹർഷി. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ പുത്രനാണ്. ഈ ഭരദ്വാജന്റെ പുത്രനാണ് നമ്മളെ ഭാരതത്തിൽ വർണ്ണിക്കുന്നതായിട്ടുള്ള ദ്രോണാചാര്യര്. പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യരുടെ അച്ഛനായിട്ടുള്ള ഭരദ്വാജൻ. ഈ ഭരദ്വാജ മുനി അദ്ദേഹം സന്യാസം സ്വീകരിച്ച് സപ്തർഷികള് 7 ശ്രേഷ്ഠരായിട്ടുള്ള മുനിശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള സപ്തർഷികളുടെ ആശ്രമമായിട്ടുള്ള ഭരദ്വാജ ആശ്രമത്തിന്റെ സമീപത്ത് പ്രയാഗയിൽ ചെന്നു എന്ന് പറയാണ്. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായി വന്നൊരു വടുവിനെയും. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വടുവിനെ അങ്ങനെ കണ്ടു ശ്രീരാമേന്ദ്ര സ്വാമികൾ. ഒരു ബ്രാഹ്മണ കുമാരനെ ആയിട്ട് ഇങ്ങനെ കണ്ടു. ഒരു ബ്രാഹ്മണ കുമാരനെ സന്യാസത്തിലേക്ക് പോകുന്നതായിട്ട് ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു കുമാരനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം ചെന്ന് ആശ്ലേഷിച്ച് ചെന്ന് പറഞ്ഞു, അങ്ങ് ഭരദ്വാജന്റെ ആശ്രമത്തിൽ ചെന്ന് ദശരഥന്റെ പുത്രനായിട്ടുള്ള ശ്രീരാമേന്ദ്രൻ പത്നിയായിട്ടുള്ള സീതാദേവിയോടും സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോടും കൂടിയിട്ട് ഈ ആശ്രമത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കണം. അതറിയിക്കണമെന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരിയോട് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം, രാമൻ ദശരഥ നന്ദനൻ ഉണ്ടുതൻ ഭാമിനിയോടും അനുജനോടും വന്നു. തൻ്റെ ഭാമിനിയോടും അനുജനോടും കൂടിയിട്ട് ദശരഥ നന്ദനായിട്ടുള്ള ശ്രീരാമേന്ദ്രൻ ഈ ആശ്രമത്തിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട് എന്ന് പോയി ഉണർത്തിക്കണം എന്ന് പറഞ്ഞ് ഈ വടുവിനോട് ശ്രീരാമേന്ദ്ര സ്വാമികൾ അനുഗ്രഹിച്ചു പറഞ്ഞു. സന്തോഷമായി. ഈ ബ്രഹ്മചാരിയായിട്ടുള്ള വടു നിരവധി തരത്തിലുള്ള പർണശാലകളാണ്. പ്രയാഗയില് നോക്കൂ, ഒരു ഭാവത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് പിന്നെ വരുന്നത് എവിടെയാണ്? അയോധ്യയിൽ നിന്നിങ്ങനെ പോകുന്ന പർണശാലകളിലേക്ക് എത്തുകയാണ്. നിരവധി തരത്തിലുള്ള പർണശാലകൾ, ഓരോ വൃക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ അനവധി വൃക്ഷങ്ങളുടെ ഇടയിലായിട്ട് ഒരു പർണശാല കിട്ടി. അതിൽ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് സകലതും ഉപേക്ഷിച്ച് കഴിയുന്നതായിട്ടുള്ള മുനിവര്യന്മാർ. അങ്ങനെയുള്ള മുനിവര്യന്മാരുടെ ശ്രേഷ്ഠനായിട്ടുള്ള ഭരദ്വാജന്റെ ആശ്രമത്തിൽ പോയിട്ട് ഇത് പറയണം എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ ആശ്രമോ വന്ദേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സല പാർത്തിടുന്നീടുന്നു. ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശത്ത്, നമ്മുടെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ആശ്രമത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശത്ത് ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമേന്ദ്ര സ്വാമികൾ പത്നി സമേതനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഈ വടുവായിട്ടുള്ള ബ്രഹ്മചാരി വേഗം പോയിട്ട് ഭരദ്വാജ മഹർഷിയോട് ഉണർത്തിച്ചു. മനസ്സിൽ ഉറച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവം ഒരു മനുഷ്യരൂപം കൈക്കൊണ്ട് വന്നിരിക്കുന്നു. പരമാത്മാ ഇതി, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഒരു മനുഷ്യരൂപം ധരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്ന് തൻ്റെ തപസ്സിദ്ധി കൊണ്ട് അറിയാവുന്ന ഭരദ്വാജൻ മുനിശ്രേഷ്ഠന്മാർക്ക് തൻ്റെ ദൃഷ്ടി കൊണ്ട്, ജ്ഞാനദൃഷ്ടി കൊണ്ട്, ജ്ഞാനയോഗത്തിലൂടെ അല്ലേ ഭഗവാനെ എത്താനുള്ള, ഭഗവാനെ അനുഭവിക്കാനുള്ള മാർഗങ്ങളെയാണ് യോഗങ്ങൾ എന്ന് പറയുക. യോഗ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ യോഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു തരം എക്സസൈസാ അല്ലേ? ഒരു തരം എക്സസൈസ്, അതൊക്കെ അത് ശരീരത്തിനെ പറ്റി ബാധിക്കുന്നതാണ്. അതല്ല, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, സാഖ്യയോഗം, കർമ്മയോഗം എന്നൊക്കെ പറയുന്നതൊക്കെ ഭഗവാനെ അനുഭവിക്കാനുള്ള മാർഗങ്ങളാണ്. ജ്ഞാനയോഗത്തിലൂടെ നമുക്ക് ചിലപ്പോൾ ഭഗവാനെ അനുഭവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. രാമായണം എന്നുള്ള വാൽമീകി രാമായണമോ അധ്യാത്മരാമായണമോ മുഴുവൻ അനേക കാലം വായിച്ച് അതിനെ അനുസന്ധാനം ചെയ്ത് പഠിച്ചുകൊണ്ട്
അതിൻ്റെ തത്വങ്ങൾ മുഴുവൻ മനസ്സിലാക്കി ശ്രീരാമേന്ദ്രസ്വാമികളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഴിയാമെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ജന്മത്തിൽ നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിന് ഭഗവാൻ വേറൊരു മാർഗം തന്നിട്ടുണ്ട്. ഏത്? ഭക്തിയോഗം, കർമ്മയോഗം. കർമ്മങ്ങൾ ചെയ്യുക, ഭക്തിയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. നമ്മളൊക്കെ കർമ്മയോഗികളാണ് അല്ലേ? നമ്മളൊക്കെ കർമ്മയോഗികളാണ്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ കർമ്മയോഗികളാണ്. ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഭഗവത് അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ദേവി അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. എത്രയോ കർമ്മങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പം നമ്മൾ കർമ്മയോഗികളാണ്. കർമ്മയോഗത്തിലൂടെ ഭക്തിപൂർവം ആയിട്ട് കർമ്മത്തെ അനുഷ്ഠിച്ചിട്ടും നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ സന്യാസിമാർക്ക് അവർക്ക് ജ്ഞാനയോഗത്തിലൂടെ, ജ്ഞാനദൃഷ്ടിയിലൂടെ ഈശ്വരഭാവം മുൻകൂട്ടി കാണാനുള്ള കഴിവ്, സിദ്ധി വന്നിട്ടുണ്ട്. ജ്ഞാനയോഗികൾക്കുണ്ടാവുന്നതാണ് സിദ്ധി, യോഗസിദ്ധി. യോഗങ്ങൾ നല്ലോണം അനുഷ്ഠിക്കുന്നവർക്ക് ചില സിദ്ധികൾ ഉണ്ടാവും. യോഗം നല്ലോണം അനുഷ്ഠിക്കുന്നവർക്ക് എന്തുണ്ടാവും? സിദ്ധി ഉണ്ടാവും. മുൻകൂട്ടി കാണാനുള്ള കഴിവ് എന്ന് പറയുന്നത് സിദ്ധിയാണ്. ഇത് പറയുമ്പോൾ എത്രത്തോളം പൂർണ്ണതയിൽ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭരദ്വാജ മഹർഷിക്ക് അപ്പം മനസ്സിലായി. ഈ വടു വന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മമെന്നും ഭഗവാൻ എന്നും പരമാത്മാവെന്നും ഈശ്വരൻ എന്നും പറയുന്നതായിട്ടുള്ള സാക്ഷാൽ മഹാപുരുഷനായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവാണ് എൻ്റെ ആശ്രമത്തിൻ്റെ പ്രാന്തത്തിൽ ഒരു മനുഷ്യരൂപം ധരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് കേട്ടപ്പോൾ ആർക്ക് മനസ്സിലായി? ഭരദ്വാജ മഹർഷിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം ആ ഒരു തലത്തിലേക്ക് മനസ്സെത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിക്കഴിഞ്ഞ അദ്ദേഹം ശ്രുത്വാ ഭരദ്വാജനിത്തം ഇതങ്ങോട്ട് കേട്ടുകഴിഞ്ഞ ഉടനെ തന്നെ സമുദ്ധായ ഹസ്തേ സമാദായ സാഖ്യവാദ്യാദ്യം. അർഘ്യങ്ങള്, ഭഗവാനെ പൂജിക്കാനുള്ള വസ്തുക്കള്, മനുഷ്യനെ പൂജിക്കാനുള്ളതല്ല. ശ്രീരാമേന്ദ്രസ്വാമികൾ ദശരഥന്റെ പുത്രനായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പോയി ഒന്ന് ആദരിച്ച് കൊണ്ടുവരാം എന്നുള്ളതല്ല. ഉടനെ തന്നെ കയ്യിലെടുത്തു. എന്ത്? അർഘ്യവാദ്യാദ്യം. അർഘ്യങ്ങൾ മുഴുവൻ എന്തൊക്കെയാണോ ഭഗവാന് നിവേദ്യം കൊടുക്കേണ്ടത്, ജലം, നിവേദ്യം, വസ്ത്രം, ആഭരണം, എന്തൊക്കെയാണോ ഭഗവാന് നിവേദ്യം കൊടുക്കേണ്ടതായിട്ടുള്ള അർഘ്യാദികൾ സമർപ്പിക്കേണ്ടത്, അത് മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്ന ഭാവത്തിൽ വേഗം ഗത്വാ രഘൂത്തമസന്നിധൗ, രഘുത്തമൻ ഇരിക്കേണ്ടതെന്ന് പറയുന്നതായിട്ട് ആ സന്നിധത്തിലേക്ക് ചെന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലുള്ള ഒഴുകുന്ന ഭാവം എന്താണ്? രാമായ രാമചന്ദ്രായ രഘുപതേ രാമ, ശ്രീരാമ രാമ രഘുപതേ രാമചന്ദ്രായ. രഘുപതേ രാമചന്ദ്ര എന്നുള്ള ഭാവത്തിൽ മനസ്സിലൊഴുകിക്കൊണ്ട് വേഗം ഭരദ്വാജൻ അവിടെ ചെന്ന് ഹസ്തേ സമാദായ സാർഖ്യവാദ്യാദിയും ഗത്വാ രഘൂത്തമസന്നിധോ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ലക്ഷ്മണനോട് കൂടിയിട്ട് അനുജൻ, രണ്ടുപേരും രണ്ട് ഭാവത്തിൽ, ഒന്ന് സാക്ഷാൽ അനന്തമൂർത്തി, മറ്റൊന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാന്റെ ഭാവമായിട്ട് ശ്രീരാമേന്ദ്രസ്വാമികളും അനന്തമൂർത്തി ലക്ഷ്മണന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന രണ്ടുപേരെയും ചെന്ന് പൂജ്യാദികളൊക്കെ കൊടുത്ത് ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ആനന്ദലബ്ധിയില് മതിമറന്ന് മനസ്സിൽ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുകയാണ് ഭരദ്വാജ മുനിയുടെ ഈ ഭാവം. ഇതാണ് യഥാർത്ഥത്തിൽ ഈശ്വരഭാവം കിട്ടേണ്ടതായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഭാവം എന്ന് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇവിടെ ഈ സാധുക്കള് എന്ന് പറയുന്ന സജ്ജനങ്ങള്, ഈ സജ്ജനങ്ങള്, സാധുക്കള്, ഭരദ്വാജനെ പോലെയുള്ള മുനിവൈദ്യന്മാര്, അതീവമായിട്ടുള്ള ശ്രേഷ്ഠന്മാര്, അവർക്ക് മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള ഈ ആഹ്ലാദം എന്ന് പറയുന്നത് അതീവമായിട്ടുള്ള ശ്രേഷ്ഠമാണ് എന്ന് പറയാണ്. അങ്ങനെ ചെന്ന് വേഗം അവിടെ ചെന്ന് ആ ഭരദ്വാജൻ ഭഗവാനെ വണങ്ങി പിന്നെ ഭാര്യയോടും പത്നിയോടും
സഹോദരനോടും കൂടിയിട്ടുള്ളതായിട്ടുള്ള ആ രാമനെ വണങ്ങി അവിടുന്ന് ആദരിച്ചു. ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമിന്നരുളി ചെയ്തു. എല്ലാ തരത്തിലും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഈ ആശ്രമത്തെ ഇപ്പോൾ ശ്രേഷ്ഠമാക്കി. അങ്ങ് വന്നതോടു കൂടിയിട്ട് എൻ്റെ തപസ്സും സഫലമായി കഴിഞ്ഞു. ഈ ആശ്രമത്തിലിരുന്ന് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിൽ ഏകാഗ്രതയോട് കൂടിയിട്ട് ഭഗവാനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും ഇന്ന് കൃതാർത്ഥനായി. ഭരദ്വാജൻ്റെ ഭാവമാണ് ഇതൊക്കെ തന്നെ. ഈ ഈശ്വരഭാവത്തിലൂടെ ഒഴുകുന്നതായിട്ടുള്ള ഭക്തന്മാരിലേക്ക് ഭഗവത് ഭാവം എത്തുന്നതിൻ്റെ രീതിയെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കൃതാർത്ഥനായി കഴിഞ്ഞു. ഇത്വമുക്തോ ഉടജമാനീയ സീതയ, തൻ്റെ ഉടജത്തിലേക്ക്, തൻ്റെ പർണശാലയിലേക്ക്, ആ ഭരദ്വാജ മുനിയുടെ പർണശാലയിലേക്ക് സീതയോടുകൂടി ലക്ഷ്മണനോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമികളെ ആനയിച്ചു കൊണ്ടെന്ന് പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അവിടെ ചെന്ന് ഇരുത്തി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭരദ്വാജൻ വേഗം ശ്രീരാമചന്ദ്രസ്വാമികളോട് പറഞ്ഞു. ഭരദ്വാജൻ്റെ വചനം അത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരു ഭക്തൻ മനസ്സിൽ പൂർണ്ണമായിട്ടും ഭഗവത് സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മാർഗത്തിലൂടെ ഭഗവാൻ എത്തും എന്നുള്ളത് കാണിക്കുന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സകല തരത്തിലുള്ള അർഘ്യാദികളും ചെയ്ത് ആദരിച്ചിരുത്തി അരുൾ ചെയ്തു. നിന്നോടു സംഗമം ഉണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. എൻ്റെ തപസ്സിന് സാഫല്യമൊക്കെ അങ്ങയുടെ ആ സംഗമം കൊണ്ട് എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞു. ജ്ഞാതമ്മയാ തവോ ദന്തം രഘൂപദേ ഭൂതമാഗാമികം വാ കരുണാനിധേ ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭവാനിധി. എനിക്കറിയാം, ഞാൻ അറിഞ്ഞിട്ടുണ്ട് പരമാത്മാവായിട്ടുള്ള ഭഗവാനാണ് അങ്ങ്. പരമാത്മാവായിട്ടുള്ള ഭഗവാനാണ് അങ്ങ്. പണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാർ പണ്ട് ചെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണല്ലോ അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ അവതാരങ്ങൾ ഏത് നോക്കിക്കഴിഞ്ഞാലും ഭഗവാന്റെ ശ്രീരാമാവതാരായാലും ശ്രീകൃഷ്ണാവതാരായാലും പരശുരാമാവതാരായാലും ഏത് അവതാരങ്ങളെ നോക്കിക്കഴിഞ്ഞാലും കാണുന്നത് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ ഒരു രൂപം സ്വീകരിക്കുക. മനസ്സിലായില്ലേ? എന്താവും പ്രാർത്ഥിക്കുക? ദുഷ്ടന്മാരുടെ ശല്യം കൊണ്ട് നിലനിൽപ്പില്ലാതാവുന്ന ഒരവസ്ഥയിൽ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഒരു രൂപത്തെ സ്വീകരിക്കുക. ഇപ്പം ദുഷ്ടന്മാരെ കൊണ്ട്, ദുഷ്ടതകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനസ്സ്, ആ മനസ്സുകൊണ്ട് ദുഷ്ടമായ കർമ്മങ്ങൾ ചെയ്ത് ദുഃഖങ്ങൾ അനുഭവിച്ച് വരുമ്പോൾ അവസാനം ചെന്ന് ആരെ ശരണാഗതി ചെയ്യും? ഭഗവാനെ ശരണാഗതി ചെയ്യും. ഇത് നമ്മളിലുണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യമൊന്നും ഈ കർമ്മങ്ങളുടെ ഫലം എന്താണെന്നൊന്നും ചിന്തിക്കില്ല. കർമ്മഫലത്തെപ്പറ്റി ചിന്തിക്കില്ല. കർമ്മങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത കർമ്മം ചെയ്യായി അതിൻ്റെ ഫലം അനുഭവിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത കർമ്മം ചെയ്യായി അതിൻ്റെ ഫലം അനുഭവിക്കും. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് കുറേ കഴിയുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ ഒടുങ്ങുകയും ചെയ്യും. കർമ്മങ്ങളെല്ലാം ഒടുങ്ങി ഞാൻ, കർമ്മങ്ങളൊക്കെ ഒടുങ്ങും അവസാനം, അല്ലേ? കുറേ ഫലം ബാക്കി വച്ചിട്ട് പോകും. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളിത് ഓർക്കില്ല. ഇവിടെ ദുഷ്ടകർമ്മങ്ങൾ കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഭാവങ്ങൾ, അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ശരണാഗതി ചെയ്യും. എന്താണ്? ആർത്തിഹരനായിട്ടുള്ള ഗുരുവായൂരപ്പ, ആർത്തിഹരയായിട്ടുള്ള ദേവി അമ്മേ, ഈ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റണമേ. ആരാ ദുഃഖങ്ങൾ വരുത്തി വെച്ചത്? ഞാൻ തന്നെയാണ് എൻ്റെ ദുഃഖങ്ങൾ പലതും വരുത്തി വയ്ക്കുന്നത്, അല്ലേ? ഞാൻ അനുഭവിക്കുന്ന, എൻ്റെ മനസ്സ് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അധികവും അതിൻ്റെ കാരണം അന്വേഷിച്ച് പുറമേക്കൊന്നും പോകണ്ട. തന്നിലേക്ക് തന്നെ നോക്കിയാൽ മതി.
അവനവനിലേക്ക് തന്നെ നോക്കി തന്നെ അറിയും ആരാണ് ഈ ദുഃഖത്തിന് കാരണം. എൻ്റെ ദുഃഖത്തിനും വേദനയ്ക്കും കാരണം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അറിയാൻ പറ്റും, ഞാൻ തന്നെയാണ്. എൻ്റെ ശത്രു ആരാണ്? ഞാൻ തന്നെയാണ്, അല്ലേ? മറ്റൊരാളെ നമുക്ക് ശത്രുവായിട്ട് കാണുന്നവൻ ആരാണ് ശത്രു, ആരാണ് മിത്രം? ഇതൊക്കെ ഉദ്ധവൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നൊക്കെ, അല്ലേ? നമ്മുടെ ശത്രു സംഹാരം പൂജ, ശത്രു സംഹാര പുഷ്പാഞ്ജലി ദേവിക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? ചെയ്യുന്നുണ്ട്. പുറമേയുള്ള ശത്രുവിനെ സംഹരിക്കാനാണോ? ആണോ? പുറമേയുള്ള ഒരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്യണം. നേരെ തിരിച്ചടിക്കും അത്, അങ്ങനെ വിചാരിച്ചാലേ. തൻ്റെ ഉള്ളിൽ തന്നെയാണ് എനിക്കുള്ള ശത്രു. എൻ്റെ കർമ്മങ്ങളുടെ ഫലം, എൻ്റെ ചിന്ത, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തി, ഈ കർമ്മങ്ങളാണ് എനിക്ക് പലപ്പോഴും ദുഃഖങ്ങൾ വരുത്തി വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഈ ഭാവങ്ങളിലേക്ക് എത്തുന്നതായിട്ടുള്ള സമയത്താണ് ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപം ധരിച്ച് ആ ദുഃഖങ്ങളെ ഇല്ലാതാക്കുക. ആർത്തിഹരനായിട്ട് വരിക, ഭഗവാൻ വരിക. അങ്ങനെ വന്നതാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബ്രഹ്മാവിൻ്റെ ആവശ്യപ്രകാരം ദുഷ്ടന്മാർ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ രാക്ഷസന്മാർ, രാവണാദികളായിട്ടുള്ള രാക്ഷസന്മാരെ കൊണ്ട് ഗതിമുട്ടിയിരിക്കുന്ന സമയത്ത് ഉള്ളിലുള്ള സകല രാക്ഷസന്മാരെയും ദുഷ്ടന്മാരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വന്നിരിക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാനനവാസാവകാശമുണ്ടായതും അങ്ങ് കാനനത്തിലേക്ക് വരും, കാട്ടിലേക്ക് വരും, അതും അങ്ങയുടെ ഭാവമായിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജ്ഞാനദൃഷ്ട്യാദവധാനീകജാതയാ, എന്നെ ജ്ഞാനദൃഷ്ടി കൊണ്ട്, എൻ്റെ താപസ ദൃഷ്ടി കൊണ്ട്, അറിവിൻ്റെ ദൃഷ്ടി കൊണ്ട്, ആ കാര്യം കൊണ്ട് ഞാൻ ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് അർഘ്യാദികളൊക്കെ കൊടുത്ത് ശ്രീരാമചന്ദ്ര സ്വാമികളെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു ഭരദ്വാജൻ. അതുകൊണ്ട് അങ്ങ് എന്നെയും അനുഗ്രഹിക്കണം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം, അല്ലേ? സാധുക്കളുടെ ഭാവമാണ്. ആരാണ് സാധുക്കൾ? സാധുക്കൾ എന്ന് പറഞ്ഞാൽ സന്യാസിമാര്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലൗകികമായിട്ടുള്ള സുഖങ്ങളോ ധനമോ അങ്ങനെ ഒന്നും ഇല്ലാത്തവരൊന്നും അല്ല സാധുക്കൾ, അല്ലേ? നമുക്കെല്ലാവരുടെയും മനസ്സിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു ഭാവമുണ്ട്, കുചേലൻ്റെ ഒരു ഭാവം, അല്ലേ? കുചേലൻ എന്ന് പറയുന്ന സുധാമാവ് എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ നമ്മളൊക്കെ വിചാരിക്കുന്ന അതീവ ദരിദ്രൻ, അല്ലേ? പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ദ്വാരകാനാഥനെ സംബന്ധിച്ചിടത്തോളം, ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധനവാനായിരുന്നു. ഒരിക്കലും നശിക്കാത്ത ധനത്തിൻ്റെ ഉടമയായിരുന്നു. അതല്ലേ ദ്വാരകയ്ക്ക് സമാനമായിട്ടുള്ള സമൃദ്ധി കൊടുത്തത്, അല്ലേ? എന്താണ്? ഉള്ളിൽ ഈശ്വരത്വവും ഭക്തിയും. പുറമേയുള്ളതിനല്ല, അതല്ല യഥാർത്ഥത്തിൽ സാധുക്കൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉദ്ധവനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവ എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് യഥാർത്ഥത്തിൽ സാധുക്കൾ. എല്ലാം ഒന്നും ഉപേക്ഷിക്കാതെ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഇതിഹാസ പുരാണങ്ങളെ, രാമായണവും ഭാഗവതവും ഭാരതവും ഒക്കെ നമ്മളെ ബോധിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് ചൊല്ലുണ്ട്, അല്ലേ? വിത്തൗട്ട് സാക്രിഫൈസ്. ചിലതിനെയൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ, ചിലതിനെയൊക്കെ ഉപേക്ഷിക്കാതെ നോ ഗെയിൻ. നേട്ടങ്ങളധികം ഉണ്ടാവില്ല. ഒരു നേട്ടം ലഭിക്കാൻ വേണ്ടിയിട്ട് പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ദൃഷ്ടാന്തമല്ലേ, അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ ഭാവങ്ങൾ, നമ്മുടെ വിശപ്പ്, നമ്മുടെ വസ്ത്രധാരണ രീതികൾ, അല്ലേ? ഞാൻ ഈ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ ഈ വസ്ത്രം എനിക്ക് മാറാൻ പറ്റില്ല, ഞാൻ പാൻറ്റും ഷർട്ടും മാത്രം ഇട്ടുകൊണ്ടേ നിൽക്കുള്ളൂ എന്നുള്ള വസ്ത്രധാരണ രീതിയിൽ ഉറപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ദേവിയുടെ അടുത്ത് പോയി തൊഴാൻ പറ്റുമോ? അത് കിട്ടില്ല. ഇതിലേക്ക് മാറ്റമുള്ളപ്പോൾ അത് കിട്ടില്ല. അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവർക്കേ ആ അനുഭവം കിട്ടുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ
6-7 മണിക്കൂർ ക്യൂ ഇരിക്കണം. എനിക്കിപ്പോൾ 6-7 മണിക്കൂർ ക്യൂ ഇരുന്ന് ഈ വിശപ്പും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് എങ്ങനെയാണ് എവിടെ ഇരുന്നിട്ട് ക്യൂ ഇരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഗുരുവായൂരപ്പൻ്റെ നടക്കപ്പോയി തൊഴുകാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കൊടിമരത്തിൻ്റെ ചവിട്ടിൽ നിന്ന് തൊഴുതോട് പോകാമെന്ന് വിചാരിക്കും. അനുഭവം കിട്ടുമോ? ഇല്ല. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഭാവങ്ങൾ മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവനോട് പറയുന്നുണ്ട്, ബന്ധുമിത്രാദികളെയും ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ തന്നെ പല സൗഭാഗ്യങ്ങളും നമുക്ക് എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തവരാണ് സാധുക്കള്, അങ്ങനെ ചെയ്തവരാണ് ഭരദ്വാജൻ. സപ്തർഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭരദ്വാജൻ, സാധുക്കളിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഭരദ്വാജൻ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് പർണശാലയിൽ നിരവധി തരത്തിലുള്ള വടുക്കളോട് കൂടിയിട്ട് കഴിയുന്നതായിട്ടുള്ള ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാം സ്വീകരിച്ചുകൊണ്ട്, എല്ലാ നിവേദ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട്, അല്ലേ, ഭക്തൻ ഭക്തിയുടെ ഭാവത്തോട് കൊടുക്കുന്ന നിവേദ്യങ്ങളാണ്, അല്ലേ, ദേവിയും ഭഗവാനും സ്വീകരിക്കുക. അത് സ്വീകരിച്ചുകൊണ്ട് എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. സന്തുഷ്ടനായി ഞാൻ, കൃതാർത്ഥനായി അങ്ങയുടെ സാമീപ്യം എന്ന് പറഞ്ഞ് താണുമടങ്ങി ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോട് ഏവം അരുൾ ചെയ്തു എന്നാണ്. ശ്രീരാമദേവൻ ആരെ വന്ദിച്ചു? ഭരദ്വാജനെ വന്ദിച്ചു, മഹർഷിയെ വന്ദിച്ചു. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് വന്ദിക്കുക ചെയ്യുക, അല്ലേ? ഈശ്വരനെ ചെന്ന് അങ്ങോട്ട് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വന്ദിക്കുക ചെയ്യുക. ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമികൾ ആരെ വന്ദിച്ചു? ഭരദ്വാജനെ വന്ദിച്ചു. ഇതെല്ലാ ദിക്കിലും കാണുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കാൻ വേണ്ടി ചെന്ന മുനിശ്രേഷ്ഠന്മാരെ ഭഗവാൻ അങ്ങോട്ട് നമസ്കരിച്ചു. നിങ്ങളുടെ പാദമൂലങ്ങളാണ്, അതെ, നിങ്ങളുടെ പാദമൂലങ്ങളിൽ ചെയ്യുക, ആ പാദമൂലങ്ങളിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സകലതും ഉപേക്ഷിച്ചതായിട്ടുള്ള സാധുക്കളായിട്ടുള്ള നിങ്ങളുടെ പാദമൂലങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ദേവപാദങ്ങൾ എന്നുള്ള ഭാവം നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഭരദ്വാജൻ്റെ ആ പാദങ്ങൾ, അതുകൊണ്ടാണല്ലോ നമ്മൾ ശ്രേഷ്ഠരായിട്ടുള്ള മുനിവര്യന്മാരെയും ആചാര്യന്മാരെയും മുഴുവൻ തന്നെ നമസ്കരിക്കുന്നത്. ഈശ്വരഭാവത്തിൻ്റെ ഏറ്റവും ഭാവത്തിൽ സകലതിനെയും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ഭാഗത്തിലെത്തുന്നവരല്ലേ എന്നുള്ള ഭാവത്തിൽ വേഗം ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്താമോദത്തോടനുഗ്രഹിക്കേണമേ. ക്ഷത്രബന്ധുക്കളായിട്ടുള്ള ഞങ്ങൾ, ക്ഷത്രിയന്മാരാണ് ഞങ്ങൾ, അല്ലേ? സന്യാസശ്രേഷ്ഠന്മാരായ നിങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷത്രിയ കുലത്തിൽ പിറന്നതായിട്ടുള്ള ഞങ്ങളെ, അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളിതാ ഒരു യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ജീവിതയാത്ര എന്നർത്ഥം, മനസ്സിലായോ? ജീവിതയാത്ര, ജീവിതമാകുന്ന കാനനത്തിൽ കൂടി, ജീവിതമാകുന്ന വനത്തിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ദണ്ഡങ്ങൾ അനുഭവിക്കേണ്ടി വരും, പക്ഷെ ഒരു സമാധാനമുണ്ട്. ആരുണ്ട് കൂടെ? ശ്രീരാമേന്ദ്ര സ്വാമികളുടെ കൂടെ ആരുണ്ട്? സൗഭാഗ്യവതിയായിട്ടുള്ള, അറിവിൻ്റെ വിളനിലമായിട്ടുള്ള, പരമാത്മാവായിട്ടുള്ള, ജ്ഞാനഗുഹ്യമായിട്ടുള്ള, അറിവിൻ്റെ വിളനിലമായിട്ടുള്ള സീതാദേവി കൂടെയുണ്ട്. സീതാദേവി കൂടെ ഉള്ളതുകൊണ്ട് വ്യസനങ്ങളുടെ കാഠിന്യവും കുറയും. പറയുന്നുണ്ടോ? മനസ്സിലാവണത്? ഒറ്റയ്ക്കല്ല പോക്ക്, കൂടെ ആരുണ്ട്? സീതാദേവിയും കൂടെ ഉള്ളത് കൊണ്ട് വ്യസനത്തിൻ്റെ കാഠിന്യവും കുറയും. അതുകൊണ്ട് ഈ ജീവിതമാകുന്ന ഭവ അടവിൽ കൂടി, ഈ കാനനത്തിൽ കൂടി, അവിടെ നിരവധി തരത്തിലുള്ള ക്രൂരമൃഗങ്ങൾ, രാക്ഷസന്മാര്, നിശാചരന്മാര്, ദുഷ്ടന്മാര് ഓരോന്നും എടുത്തുകൊണ്ട് പോവും. നഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തുകൊണ്ട് പോവും, മോഷ്ടിച്ചുകൊണ്ട് പോവും. ചിലർ ആക്രമിക്കും, ചില ജന്തുക്കൾ കടിക്കും, ചിലത് വിശപ്പുകൊണ്ട് കടിക്കും, ചിലർക്ക് വിശപ്പില്ലാണ്ടാവും, ഭക്ഷണം കിട്ടാണ്ടാവും, ഓരോന്നും ഇല്ലാണ്ടാവും. ഭവ അടവി വർണ്ണനം എന്ന് പറഞ്ഞ ഭവത്തെ ഒരടവിയായിട്ട് ജീവിതത്തിൻ്റെ നേർക്കാഴ്ച എന്താണെന്ന് ഇതിഹാസ പുരാണങ്ങൾ ശരിക്കും ബോധിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കൊടുങ്കാട്ടിൽ വഴിയറിയാതെ പെട്ടുപോയതായിട്ടുള്ള ഒരാൾ കേട്ടിട്ടില്ലേ? വഴിയറിയാതെ
ഒരു കൊടുങ്കാട്ടിൽ പെട്ടുപോയി. എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിന്നാമിന്നിങ് കാണുമ്പോൾ ഇത് വെളിച്ചാണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലും. നദി കാണുമ്പോൾ വെള്ളം കുടിക്കാൻ താഴ്ത്ത് അങ്ങോട്ട് ചെല്ലും, അവിടെ വെള്ളമില്ല. ചില സമയത്ത് ചില വലിയ കൊട്ടാരങ്ങളാണെന്ന് വെച്ച് വിചാരിച്ചിട്ട് അവിടെ ചെല്ലും. അപ്പോൾ മനസ്സിലായി ഇതൊന്നും കൊട്ടാരങ്ങളല്ല. ഇങ്ങനെ നട്ടം തിരിഞ്ഞ് കാട്ടിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് പുറത്തേക്കുള്ള വഴി ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ കിടക്കുന്ന ജീവിതം. ആ ജീവിതത്തിലേക്ക് പ്രാരബ്ധവശാൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. പ്രാരബ്ധം കൊണ്ട്, കൈകേയിയുടെ ഭാവം കൊണ്ട്, അമ്മയുടെ ഭാവം കൊണ്ട്, പ്രാരബ്ധം കൊണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഈ ജീവിതയാത്രയിൽ കൂടി സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. ഇത്തമന്യോന്യ ഭാഷണവും ചെയ്ത് അന്ന് രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു എന്നാ. അന്ന് രാത്രി മുഴുവൻ ഭരദ്വാജ മഹർഷിയും ശ്രീരാമചന്ദ്ര സ്വാമികളും കൂടിയിട്ട് അവിടെ ഇരുന്ന് ആശ്രമത്തിലിരുന്ന് സംസാരിച്ച് തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി, ഭരദ്വാജനുമായിട്ട് അന്ന് രാത്രി അവിടെ കഴിഞ്ഞുകൂടി എന്ന് പറയുകയാണ്. ആ ഭരദ്വാജനുമായിട്ടുള്ള ഒരു സംഗമം, സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമത്തിന് മനസ്സെപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കണമെന്ന് കാണിക്കുകയാണിത്. മനസ്സിലായില്ലേ? മുക്തിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ, സന്തോഷം മാത്രം മനസ്സിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു ജീവൻ, ആളെന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല. ശരീരം എന്തിനാണ്? ദുഃഖത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വസ്തു. ശരീരം എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ശരീരത്തിനേ ദുഃഖമുള്ളൂ അല്ലേ? നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്? കയ്യിന് വേദന, കാലിന് വേദന, മുട്ടിന് വേദന, അവിടെ വേദന, നട്ടലിന് വേദന, ഇരിക്കുമ്പോൾ വേദന, വയറിന് വേദന, ഒക്കെ ശരീര. എത്രത്തോളം ശരീരത്തെ നമ്മളിങ്ങനെ വളർത്തി വളർത്തി തേച്ച് മിനുക്കി നല്ല ആഹാരം കൊടുത്ത്, പോഷകാഹാരം കൊടുത്ത്, കുളിപ്പിച്ച്, തലോടി, എണ്ണ തേച്ച്, തൈലം തേച്ച് നന്നാക്കി നന്നാക്കി കൊണ്ടുവരുന്നുവോ അത്രത്തോളം ശരീരം നമുക്ക് എന്ത് തരും? എന്ത് തരും? വേദന തരും. അത്രത്തോളം നമുക്ക് ശരീരം വേദന തരും. പക്ഷെ ഈ ശരീരം അനുഭവിക്കുന്ന വേദന മനസ്സനുഭവിക്കാൻ പാടില്ല. ആ തലത്തിലേക്ക് എത്തണം. മനസ്സിന് ശേഖമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഞാൻ നല്ലൊരു സാധാരണ ഒരു ഉദാഹരണം പറയാം. ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണ്. മുട്ടിന് തീരെ വേദനയില്ലാത്തതായിട്ടുള്ള ഒരു മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശൻ, മുട്ടിനൊക്കെ വേദനയുണ്ട്, ശരീരത്തിന് വേദനയുണ്ട്, ശരിക്കും എഴുന്നേറ്റ് കൃത്യമായിട്ട് അങ്ങനെ വേദനയായിട്ട് സ്പീഡിൽ നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കുട്ടിയെ ഈ മുത്തശ്ശിയെ ഏൽപ്പിക്കാൻ വിട്ടിട്ട് പോയിക്കുക, ജോലിക്ക് പോയിക്കുക. കുട്ടിയെ അവിടെ നോക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അർത്ഥമാക്കിയിട്ട് അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പേരക്കുട്ടികൾക്ക് ഇപ്പോൾ വലിയ സന്തോഷമാണ് അല്ലേ? അവിടെ ഇരുന്നിട്ട് സന്തോഷിച്ചിട്ട് മുത്തശ്ശിയുടെ കഥകളും താലോലങ്ങളൊക്കെ അങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ കളിക്കാൻ പോയപ്പോൾ പറഞ്ഞു, എനിക്ക് ഓടാന്ന് വയ്യാട്ടോ, എനിക്കിങ്ങനെ നടക്കാൻ വയ്യ, അവിടെയൊക്കെ എവിടെയും കിടന്നിട്ട് വികൃതിയൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന നടക്കാനൊന്നും വയ്യ, മുട്ടിന് വേദനയുണ്ട് എന്നൊക്കെ പറയും. കുട്ടിക്കുണ്ടോ ഇത് വേണ്ട കണക്കാക്കണു? മുത്തശ്ശിയുടെ വേദനയൊക്കെ കുട്ടിക്ക് എന്തെന്നാണുള്ളത്? കുട്ടി വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി മിറ്റത്ത് പോയി ഒരു കല്ലുമ തട്ടി അങ്ങോട്ട് വീണു. അയ്യോ അമ്മേന്ന് വന്നിട്ട് അവിടെ നിന്ന് ഓടിക്കാൻ തുടങ്ങി. മുത്തശ്ശി എന്താ ചെയ്യുക? അപ്പോൾ മുട്ടിന് വേദന ഉണ്ടാവില്ല, ശരീരവേദന ഉണ്ടാവില്ല. ഓടി അങ്ങോട്ട് ചെന്ന് അടിയിടുക്കേ. മനസ്സിൻ്റെ ആ ഒരു ഭാവം ശരീരത്തിൻ്റെ വേദനയെ ഇല്ലാതാക്കും. അപ്പം ശരീരം എന്ന് പറയുന്നത് വേദന അനുഭവിക്കാനുള്ളതാണ്. മനസ്സിൻ്റെ ഭാവത്തിലാണ് നമുക്ക് എന്ത് വേണ്ടത്? മനസ്സിന് എന്തുണ്ടാവണം? സന്തോഷമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സത്സംഗങ്ങളിലൂടെ, സജ്ജനങ്ങളുടെ സംഗമത്തിലൂടെ ഈ ഒരു ഭാവത്തിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും. ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദമുണ്ട് അല്ലേ? സത്സംഗേന നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി അല്ലേ? സത്സംഗേന നിസ്സംഗത്വം, സത്സംഗം കൊണ്ട് നിസ്സംഗമാവും മനസ്സ്. ഒന്നിനോടും പ്രത്യേകമായ ആസക്തി ഇല്ലാണ്ടാവും. സാധുജനങ്ങളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ ഇങ്ങനെ കൂടിയിരുന്നു കഴിഞ്ഞാൽ
മനസ്സ് നിസ്സംഗമായി വരും. മനസ്സ് നിസ്സംഗമായാലോ നിസ്സംഗത്വേ നിർമോഹത്വം, മനസ്സിൽ മോഹമാകുന്ന തിരമാലകളില്ലാണ്ട് വരും. മനസ്സിലായോ? മോഹമായ തിരമാലകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതാണ് സമുദ്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സമുദ്രം വലിയൊരു ഗുരുവായിട്ട് പറയുന്നുണ്ട്. സമുദ്രം ഒരു വലിയ ഗുരുവാണ്. പ്രകൃതി തന്നെ എത്രയോ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത്. സമുദ്രത്തിന് എന്താ പ്രത്യേകത? സമുദ്രത്തിന്റെ തിരമാലകൾ കരയോടടുക്കുമ്പോഴേ ഉള്ളൂ. ഉൾക്കടലിൽ ചെന്ന് കഴിഞ്ഞാൽ സമുദ്രം ശാന്തമാണ്. ഒരു 10-20 കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് ഉൾക്കടലിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരമാലയൊന്നുമില്ല. അവിടെ ശാന്തമായിട്ട് ഒഴുകുന്ന ജലമാണ് കാണുക സമുദ്രത്തിന്. തിരമാലകൾ എവിടെ വരുമ്പോഴേ ഉള്ളൂ? കരയോടടുക്കുമ്പോഴേ തിരമാലകളുള്ളൂ, അല്ലേ? ഇതേപോലെ തന്നെ മോഹമാകുന്ന തിരമാലകൾ മനസ്സിൻ്റെ ഭാവത്തിലേക്ക് അടുക്കുമ്പോഴേ വരുള്ളൂ. അതൊക്കെ ഒടുങ്ങണം. നിർമോഹത്വേ നിശ്ചലതത്വം. മനസ്സ് നിശ്ചലമാവണം. മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥയ്ക്കാണ് നിശ്ചലതത്വേ ജീവൻ മുക്തി. ജീവൻ മുക്തി എന്ന് പറയുക. സമാധാനം, സന്തോഷം എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടുള്ള ഈ ഒരു ഭാവം, ഈശ്വരാനുഭവ ഭാവം എന്ന് പറയുമ്പോൾ ഒരു മോഹങ്ങളുമില്ലാതെ നിശ്ചലമായിട്ടിറങ്ങുന്നതായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെ, ശാന്തമായിട്ടിരിക്കുന്നതായിട്ടൊരു തടാകം പോലെ മനസ്സായി കഴിഞ്ഞാൽ അതുണ്ടാവണം എന്നുള്ളതാണ് ഭരദ്വാജൻ്റെ ചർച്ചയിലൂടെ നമ്മളെ രാമായണം ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ ദുഃഖങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്, അങ്ങയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് എനിക്ക് ഒരു ദുഃഖങ്ങളും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ശാന്തമാകാൻ വേണ്ടിയിട്ട് കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് രാത്രി അവിടെ കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുനിവരന്മാരായിട്ടുള്ള അവിടുത്തെ മുനികുമാരന്മാരൊക്കെ ആയിട്ട് രാവിലെ പോയി കാളീന്തിയിൽ പോയി കുളിച്ചു. യമുനാ നദിയിൽ പോയി കുളിച്ചു. പ്രയാഗിൽ നിന്ന് തന്നെ യമുനാ നദിയിൽ കാളിന്തിയിൽ പോയി കുളിച്ച് കാളീന്തി നദിയെ ഉത്തീര താപസാദിഷ്ടമാർഗേണ പോയി. ഈ താപസന്മാര്, മുനിവര്യന്മാര്, മുനികുമാരന്മാര് കാണിച്ചതായിട്ടുള്ള മാർഗത്തിലൂടെ എങ്ങനെ പോവുക? മുമ്പില് സൗമിത്രി, അതിൻ്റെ പുറകില് സീത, അതിൻ്റെ പുറകില് ശ്രീരാമചന്ദ്ര സ്വാമികൾ, അല്ലേ? 3 പേരും ഇങ്ങനെ മരപൂരിയൊക്കെ ധരിച്ച് ജഡധാരികളായിട്ട് വൽക്കലം ധരിച്ചുകൊണ്ട് 3 പേരും അങ്ങനെ ഈ മുനികുമാരന്മാരിങ്ങനെ വഴി കാണിച്ച് കാളിന്തിയുടെ തീരത്ത് ചെന്ന് കാളിന്തിയിൽ സ്നാനം ചെയ്ത് മനസ്സിൽ ഈ ഒരു ബിംബം നമ്മളൊന്ന് ഉറപ്പിക്കാൻ നോക്കൂ. രാമായണത്തിലെ ബിംബങ്ങളെ മനസ്സിൽ ഉറപ്പിക്കണം. ഉപരിപ്ലവമായിട്ട് മനസ്സിൽ കൂടി ഓടിപ്പോവേണ്ടതല്ല. മനസ്സിലതിനെ ഉറപ്പിക്കാൻ നോക്കൂ. സകലതും ഉപേക്ഷിച്ചിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു വിധിയുടെ ഒരു ഭാവം, ആ വിധിയുടെ ഭാവത്തെ എങ്ങനെയാണ് സധൈര്യം നേരിട്ട് സന്തോഷത്തോടു കൂടി നേരിടുക? സന്തോഷത്തോടു കൂടിയിട്ട് പത്നി സമേതനായിട്ട്, സഹോദര സമേതനായിട്ട് പോകുന്നത് കാളിന്തിയിൽ പോയി കുളിച്ച് വേഗം ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതൂ ജവാൽ. യമുനാ നദിയുടെ തീരത്ത് ഉള്ള മറ്റൊരു പതുക്കെ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കാൻ ചിത്രകൂടത്തിലേക്ക് ചെല്ലുകയാണ്. ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരയിലേക്ക് ചെന്നു. അനേകം പർണശാലകളാൽ നിബിഡമായിട്ടുള്ള ചിത്രകൂടം, നിരവധി തരത്തിലുള്ള പർണശാലകൾ, മുനിവര്യന്മാർ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് നിരവധി തരത്തിലുള്ള പർണശാലകളെ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ചിത്രകൂട പർവ്വതത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം. എത്ര മനോഹരമായിട്ടാണ് രാമായണത്തിൽ ചിത്രകൂട പർവ്വതത്തെ വർണ്ണിച്ചേക്കണമെന്നറിയാമോ? ഈ പ്രകൃതിയെ മനോഹരമായിട്ട് വർണ്ണിക്കും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ. എന്താ കാരണം? ഇപ്പം നമ്മൾ നിരവധി തരത്തിൽ വൈകുണ്ഠത്തിനെ വർണ്ണിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ, കൈലാസത്തെ വർണ്ണിക്കുന്നുണ്ട് ശിവപുരാണത്തിൽ. ഇവിടെ ഇതാ മുനിവര്യന്മാരുടേതായിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിക്കണു. ഇതൊക്കെ വർണ്ണിക്കുന്നത് ഈ പ്രകൃതി, മനോഹരമായ പ്രകൃതിയിൽ ഈശ്വരത്വമുണ്ട് എന്ന് കാണിക്കാനാണ്. മനോഹരമായ പ്രകൃതിയിൽ എന്തുണ്ട്? ഈശ്വരത്വമുണ്ട്. മനോഹരമായ പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഈശ്വരഭാവം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉത്തമ വൃക്ഷലതാ പരീശോഭിതം നിത്യ കുസുമ ഫലദല സംയുതം
തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചീടിനാൻ. വേറെ അവിടെ ചെന്ന് ഒരു പർണാശാലയിലേക്ക് എത്തി വേഗം അവിടെ ഇരിക്കുന്നതായിട്ടുള്ള വാൽമീകി മഹർഷിയെ നമസ്കരിച്ചു. ആ ആശ്രമത്തിൽ, ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ആശ്രമത്തിൽ ബ്രഹ്മഋഷിയായിട്ടുള്ള വേദഋഷിയായിട്ടുള്ള അല്ലേ, ദേവഋഷിയുണ്ട്, ബ്രഹ്മർഷികളുണ്ട്, ദേവർഷിമാരുണ്ട്, രാജർഷിമാരുണ്ട്. ഋഷിമാർ 3 വിധത്തിലുണ്ട്. 3 തരത്തിലുള്ള ഋഷിവര്യന്മാരുണ്ട്. ബ്രഹ്മഋഷിയുണ്ട്, ഈശ്വരഭാവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതായിട്ടുള്ള ഈശ്വരതുല്യമായിട്ടുള്ള ഋഷികൾ. ദേവന്മാരിൽ ഋഷിതുല്യന്മാരായിട്ടുള്ള ദേവർഷി, നാരദൻ ദേവർഷിയാണ്. ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശ്രീശുകൻ ബ്രഹ്മർഷിയാണ്. ഭാഗവതം കേൾക്കുന്നതായിട്ടുള്ള പരീക്ഷിത്ത് രാജർഷിയാണ്. രാജാക്കന്മാരിൽ ഋഷിതുല്യൻ, രാജാക്കന്മാരിൽ ഋഷിതുല്യന്മാരായിട്ടുള്ളവർ. വേദർഷിയാണ് വാൽമീകി. വേദജ്ഞന്മാരിൽ ഋഷിതുല്യന്മാരായിട്ടുള്ള വേദർഷിയായിട്ടുള്ള വാൽമീകി അവിടെ ചിത്രകൂട പർവ്വതത്തിൻ്റെ ഒരു പർണശാലയിൽ ഇരിക്കുന്നത് കണ്ട് വേഗം അവിടേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. തത്ര ഗത്വാസനമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചീടിനാൻ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം. എത്ര മനോഹര രാമനെ വർണ്ണിച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് രാമം വീരം മനോഹരം കോമളം ശ്യാമളം മോദകം, സന്തോഷം തരുന്നത്, ശ്യാമളവർണ്ണനായിട്ടുള്ളത്, കോമളവർണ്ണനായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള രൂപത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമികളെ കണ്ടു കഴിഞ്ഞപ്പോൾ കന്ദർപ്പസുന്ദരമിന്ദീവരക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീരധനുദ്ധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്ജലം. ജടയും ധരിച്ച് അവനാഴിയിൽ നിരവധി അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ, വില്ലും ധരിച്ചുകൊണ്ട് മരവുരിയും ധരിച്ചുകൊണ്ട് മേഘശ്യാമള വർണ്ണനായിട്ട് അതിമനോഹരമായ രൂപത്തോട് കൂടിയിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമികളെ പർണശാലയിലേക്ക് വരുന്നതിങ്ങനെ കാണുകയാണ് വാൽമീകി. വേഗം തന്നെ ചെന്ന് വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നീടിനാൻ. ഓടിയങ്ങോട്ട് ചെന്ന് വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രസ്വാമികളെ ഗാഠം പുണർന്ന് തൻ്റെ പർണശാലയിലേക്ക് കൊണ്ടുവന്നു. മറ്റൊരു മുനിവരനുമായിട്ടുള്ള സംഘം, ഭരദ്വാജനെ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു മുനിവരനുമായിട്ടുള്ള സംഘം. ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ഒരു മാറുകയാണ്, ആകെയുള്ള സന്ദർഭം മാറുകയാണ്. വാൽമീകിയാണ് ഇനി രാമൻ്റെ തുടർന്നുള്ള ജീവിതത്തെ മുഴുവൻ നിർണ്ണയിക്കുന്നത്. വാൽമീകി മഹർഷിയിൽ നിന്നാണ് രാമൻ്റെ തുടർന്നുള്ള വനവാസത്തിൻ്റെ ജീവിതം മുഴുവൻ, ആരണ്യകാന്ഡം മുഴുവൻ, അയോധ്യാകാന്ഡം കഴിഞ്ഞ് ആരണ്യകാന്ഡം എന്നുള്ള ഭാവത്തിലേക്കുള്ള നിർണ്ണയിക്കുന്നതായിട്ടുള്ള സകല കർമ്മങ്ങളും നിർണ്ണയിക്കുന്നത് വാൽമീകി മഹർഷിയാണ് അല്ലേ. രാമായണം രചിച്ചതും വാൽമീകി മഹർഷിയാണ്. തൻ്റെ അനുഭവങ്ങളിലൂടെ, അത് തന്നെയാണ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തൻ്റെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിലൂടെ ഒരു പുരാണം രചിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്. താൻ എങ്ങനെയാണോ ശുദ്ധനായത്, തൻ്റെ മനസ്സെങ്ങനെയാണോ ശുദ്ധനായത്, അതേപോലെ സകലരുടെ മനസ്സും ശുദ്ധമാകാൻ വേണ്ടിയിട്ട് തൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് വേണ്ടിയിട്ട് വാൽമീകി മഹർഷി രചിച്ചതാണ് വാൽമീകി രാമായണം. ശുദ്ധമാവാൻ വേണ്ടിയിട്ട് രചിച്ചതാണ്. താൻ ശുദ്ധനായത് അതുകൊണ്ടാണ് എന്ന് ഉറപ്പായത് കൊണ്ടാണ് വാൽമീകി രാമകഥകളെ ശീലുകളാക്കി അതിമനോഹരമായിട്ട് ബൃഹത്തായിട്ടുള്ള പുരാണമാക്കിയിട്ട് അല്ലേ. വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ അതിബൃഹത്താണ്, സംസ്കൃതമാണ്, അതിബൃഹത്തായിട്ടുള്ളതാണ്. അതിനെ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലേക്ക് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ, അനുഗ്രഹീതനായിട്ടുള്ള എഴുത്തച്ഛൻ നമുക്ക് ഇത് തന്നത് അല്ലേ. എന്തെല്ലാം കഥകളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, ആനന്ദ ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായതമാ. ഈ രാമായണത്തിലെ ഇതേ തത്വങ്ങൾ തന്നെ ഹരിനാമകീർത്തനത്തിലൂടെ എഴുത്തച്ഛൻ നമുക്ക് വേറെ തന്നിട്ടുണ്ട് അല്ലേ. ഞാനെന്ന ഭാവം തോന്നായിക വേണം,
ഈ ഞാനെന്ന ഭാവമാണ് പലതിനും ചെന്ന് നമ്മളെ പല കുടുക്കുകളിലും കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അല്ലേ? ഞാനാണ്, ഞാനാണ്, ഞാൻ 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 അഹം. നമ്മളതിന് അഹംഭാവം എന്ന് പറയും. ഈ ഞാനെന്ന ഭാവം ഇല്ലാണ്ടാവുന്ന ഒരു ശീലുകളിലേക്കാണ് മനസ്സിനെ കൊണ്ടുപോവുകയാണ് രാമായണ കഥകളൊക്കെ. ഞാനെന്ന ഭാവം ഇല്ലാണ്ടാവണം. ഞാൻ ആരുമല്ല എന്ന് തോന്നണം. ആരാ ഞാൻ? അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സ് നന്നാവും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ അത് ചിന്തിക്കില്ല. നമ്മൾ ഞാൻ ആരാണെന്ന് ചോദിക്കില്ല, നീ ആരാണെന്ന് ചോദിക്കുക. അല്ലേ? നീ ആരാണ് എന്ന് ചോദിക്കും. എന്നേക്കാൾ വ്യത്യസ്തനായിട്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചോദിക്കണം? ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പലതും ഇല്ലാണ്ടാവും. അത് കാണിക്കുകയാണ്. അത് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് ഈ തത്വങ്ങളെ, വാൽമീകി രാമായണത്തെ, ഈ തത്വത്തെ വളരെ മനോഹരമായിട്ട് തൻ്റെ തന്നെ ഹരിനാമകീർത്തനത്തിലൂടെയും രാമായണത്തിലുള്ള പുരാണത്തിലൂടെയും ഇതിഹാസത്തിലൂടെയും ഇത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നേക്കാണ്. വേഗം അവിടെ പോയിട്ട് പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപുണ്ടർഘ്യമാദ്യാദ്യകൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനോ സാദരം. ഭരദ്വാജ മുനി ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ അർഘ്യാദികളും പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്ര സ്വാമികളെ പോയി നമസ്കരിച്ചു. പോയി നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ രാഘവൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു. അപ്പോൾ മുനിവരനോട് പറഞ്ഞു, താതജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. താതൻ്റെ ആജ്ഞയാല്, ദശരഥൻ്റെ ആജ്ഞയാല് ഞാൻ ഇപ്പോൾ വനവാസത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം അങ്ങക്ക് അറിയാമല്ലോ. അതാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ വന്നേക്കാണെന്ന് പറഞ്ഞു കൊടുക്കുമെന്നല്ല. ഈ കാര്യം അങ്ങക്ക് വേദാന്തിയാം, സകല വേദങ്ങളുടെയും അധിപനായിട്ടുള്ള വേദതത്വങ്ങൾ മുഴുവൻ, ഈശ്വരതത്വങ്ങൾ മുഴുവൻ അറിയുന്നതായിട്ടുള്ള വേദജ്ഞാനിയായിട്ടുള്ള അങ്ങക്ക് ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഇവിടെ വന്നു, പതാ ചിത്രകൂടത്തിലെത്തി, അങ്ങയുടെ ആശ്രമ പരിസരത്തിലെത്തി. ഇവിടെ എത്ര കാലം താമസിച്ചാലും എനിക്ക് മതിവരില്ല. എത്ര കാലം ഈ പ്രദേശത്ത് താമസിച്ചാലും എനിക്ക് മതിവരില്ല. സീതയോടും കൂടിയിട്ട് സുഖമായി താമസിക്കാനുള്ള ഒരു വാസസ്ഥലം ഏതാന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. എവിടെയാണ് ഞാൻ വസിക്കേണ്ടത്? വലിയൊരു ചോദ്യ. മനസ്സിലായില്ലേ? വാൽമീകിയോട് ചോദിച്ചതേ, ശ്രീരാമചന്ദ്ര സ്വാമികൾ വാൽമീകിയോട് ചോദിച്ചതാണ്, എവിടെ ഞാൻ സീതയോടുകൂടി വസിക്കണം? സീത എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, അറിവ്. രാമൻ എന്ന് പറഞ്ഞാലോ ജീവൻ. ഈ ജീവൻ പരമാത്മസ്വരൂപൻ. ഈ ജീവൻ അറിവോട് കൂടിയിട്ട് എവിടെയാണ് വസിക്കേണ്ടത്? പരമാത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരന്റെ വാസം എവിടെയാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വാസം എവിടെയാണ് വേണ്ടത്? കൂടെ അറിവുമുണ്ട്, സീതാദേവിയുമുണ്ട്. എവിടെയാണ് ഞാൻ വസിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തീവണ്ണമരുൾ ചെയ്തു. ഇതോട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് വാൽമീകി മഹർഷി പറഞ്ഞു അത്രേ, സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. എന്തൊരു തത്വമാണ് രാമായണം പറയണത്. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. എല്ലാ ലോകങ്ങളും നിന്നിൽ വസിക്കുന്നു. നീയെ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു. സകലത്തിലും വസിക്കുന്നതായിട്ടുള്ള, അങ്ങല്ലാതെയായിട്ടുള്ള ഒന്നുമില്ല സകല ചരാചരങ്ങളിലും. അല്ലേ? എല്ലാ ചരാചരങ്ങളിലും പ്രാണനായിട്ടൊന്ന് പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. കേട്ടില്ലേ? പ്രാണനായിട്ട് വന്ന് യോ അന്തപ്രവിശ്യ മമ വാചമിമം
പ്രസുപ്താം സംജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോ അന്തപ്രവിശ്യ, ആരാണോ ഉള്ളിൽ കിടന്നിട്ട്, തൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മമ വാചമിമാം പ്രസുപ്താം, എൻ്റെ വാക്കുകളെ പുറപ്പെടുവിക്കുന്നത്, ആരാണോ ഉള്ളിൽ കിടന്നിട്ട് എൻ്റെ വാക്കുകളെ ശബ്ദമായിട്ട് വാക്കായിട്ട് പുറപ്പെടുവിക്കുന്നത്. നാവുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഇന്ദ്രിയം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇന്ദ്രിയം ഉണ്ടായിട്ട് കാര്യമില്ല. ശക്തിയോടുകൂടി അതിനെ ശബ്ദമായി പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ? ആരാണോ പ്രകടിപ്പിക്കുന്നത്, സംജീവയത്യ അഖില ശക്തിധര, അഖില ശക്തിധരനായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ഹസ്തചരണ ശ്രവണത്വഗാദീൻ, കയ്യിൻ്റെയും കാലിൻ്റെയും ചെവിയുടെയും കണ്ണിൻ്റെയും സകല ഇന്ദ്രിയങ്ങളുടെയും ശക്തിയായിട്ട് വസിക്കുന്നതായിട്ടുള്ള പ്രാണനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ധ്രുവൻ എന്ന് പറഞ്ഞൊരു കുമാരൻ സ്തുതിച്ചിട്ടുണ്ട്, ധ്രുവസ്തുതി. എല്ലാത്തിൻ്റെയും ഉള്ളിൽ വസിക്കുന്ന, സകലവരുടെയും ഉള്ളിൽ, അങ്ങല്ലാതെ പിന്നെ വേറെ ഒന്നുമില്ല. സകലരുടെയും അങ്ങ് എല്ലാവരിലുമുണ്ട്. സകലരിലെയും എന്നെയും, എന്നെ സകലരിലെയും കാണുന്ന ഒരു ഭാവം സമദൃക് സ്വദൃക് ഭവാൻ എന്നാണ്. സമദൃക്, സകലവരിലും എന്നെ കാണുക, ഞാനാണ് സകലരിലും. ഞാൻ ഒന്നേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ട് എന്ന് എന്നേക്കാൾ അന്യമായിട്ട് ഒന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഭയം വന്നു തുടങ്ങും. ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. എന്നേക്കാൾ വ്യത്യസ്തനായിട്ടൊരാളുണ്ട് എന്ന് എപ്പോൾ നമുക്ക് തോന്നി തുടങ്ങുന്നുവോ അപ്പോൾ നമുക്ക് ഭയം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ജീവിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണത്. മനസ്സിലായില്ലേ? ഇതാണ് ഈ ചോദിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിലും ഞാനും എന്നിൽ എല്ലാം ഉണ്ട്. ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവ് ഉണ്ടായ ഒരു ഇണ്ടൽ മമമിണ്ടാവതല്ല, അല്ലേ? ഒന്നായതിനെ രണ്ടായിട്ട് കാണുകയാണ് ആര്? നമ്മൾ. ഒരു വസ്തുവിനെ നമ്മൾ രണ്ടായിട്ട് കാണുന്നു. കാരണം നമ്മൾ രണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം എന്തിലാണ്? ദ്വന്ദ്വത്തിലാണ്. രണ്ടുണ്ട്. സുഖമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. ജനനമുണ്ട്, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, അല്ലേ? ആശയുണ്ട്, ആശയുണ്ടെങ്കിൽ നിരാശയുണ്ട്. കൂടിച്ചേരലുണ്ട്, കൂടിച്ചേരലുണ്ടെങ്കിൽ എന്തുണ്ട്? വേർപിരിയലുണ്ട്. എന്നും കൂടിച്ചേർന്നിരിക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, വേർപിരിയും. സുഖം മാത്രം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ദുഃഖം വരും. സുഖദുഃഖങ്ങളുടെ, ജനന മരണങ്ങളുടെ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കിടന്നുള്ള ജീവിതത്തിൽ നമ്മുടെ മനസ്സ് തോന്നിക്കുകയാണ് എല്ലാം രണ്ടുണ്ട് രണ്ടുണ്ടെന്ന് തോന്നുകയാണ്. ഈ മഞ്ഞപ്പിത്തം പതിച്ച ആൾക്ക് കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തോന്നുന്നു പറയണ പോലെ. എൻ്റെ കുറ്റം കൊണ്ടാണ് അത് തോന്നണതേ. ശരിക്കും ഒന്നേ ഉള്ളൂ. ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കണ്ട്, ഒന്നായിൽ എന്നെ രണ്ടെന്ന് ഇങ്ങനെ കാണുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നില്ലേ ഭഗവാനെ? സകല ലോകങ്ങളുടെയും ആസ്ഥാനം, എല്ലാത്തിൻ്റെയും ശക്തി അങ്ങല്ലേ, എല്ലാവരിലും അങ്ങല്ലേ വസിക്കുന്നത്. ഇനി അങ്ങയ്ക്ക് ഒരു വാസസ്ഥാനം ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഒരു വാസസ്ഥാനം, സീതാദേവിയോടുകൂടി വസിക്കാനുള്ള ഒരു വാസസ്ഥാനം ഞാൻ എന്ത് പറഞ്ഞു തരാനാണ് എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. എന്നോട് വന്ന് ചോദിച്ചില്ലേ അങ്ങ് എവിടെ താമസിക്കേണ്ടത്, താമസിക്കാൻ പറ്റിയ സ്ഥലം? മാത്രമല്ല അതിനു മുമ്പ് അവിടെ പറയുകയും ചെയ്തു, ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ട് ആശ മഹാമുനെ. മഹാമുനെ, ഇവിടെ താമസിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ താമസിക്കണം എന്നാണ് എനിക്ക് വലിയ ആഗ്രഹമാണുള്ളത്. കുറേ കാലം ഇവിടെ താമസിക്കണം.
സജ്ജനങ്ങളായിട്ടുള്ള ഇവരുടെ കൂടെ, നിങ്ങളുടെ കൂടെ, ഈ മുനിവര്യന്മാരുടെ കൂടെ ഈ പർണശാലയിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പ്രാരബ്ധം സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അവിടെയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ സമ്മതിക്കില്ല. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ സമ്മതിക്കാതെ നമ്മുടെ മനസ്സിങ്ങനെ പോവും. അതുകൊണ്ട് അങ്ങിപ്പോൾ ചോദിച്ചില്ലേ എവിടെയാണ് വിശേഷമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം? ആ സ്ഥലം ഞാൻ വിശേഷമായിട്ട് എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ ചില സ്ഥലങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവിടെ വാൽമീകി ശ്രീരാമചന്ദ്രസ്വാമികൾക്ക് സീതയോടുകൂടി വസിക്കുന്നതിനുള്ള സ്ഥാനം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കുറേ ശ്ലോകങ്ങളിലായിട്ട് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാൻ വസിക്കുന്നുള്ള സ്ഥാനം എവിടെയാണ് എന്ന് കാണിക്കുകയാണ്. എവിടെയാണ് വസിക്കുന്നത്? സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വാന്തം നിനക്കൂ സുഖവാസമന്ദിരം. അവിടെ സമദൃഷ്ടികളായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുക. പിന്നെ ബഹുജന്തുക്കളിൽ ദ്വേഷഹീനം, ആരോടും പ്രത്യേകമായിട്ടുള്ള വിദ്വേഷമോ മമതയോ ഇല്ലാതിരിക്കുന്നവരിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നവർ, ശാന്തരായിട്ടുള്ളവർ, നിന്നെ ഭജിപ്പവരുടെ സ്വാന്തം മനസ്സ്, അവരുടെ മനസ്സ്, നിന്നെ ഭജിക്കുന്നവർ ശാന്തര്, ആരെയും ശത്രുവായിട്ടോ മിത്രമായിട്ടോ കാണാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നവരുടെ ശാന്ത സ്വഭാവികളായിട്ടുള്ള സാധുക്കളുടെ മനസ്സ് നിനക്കു സുഖവാസമന്ദിരം. അവിടെ അങ്ങക്ക് സുഖമായിട്ട് സീതാദേവിയോടും കൂടിയിട്ട് വസിക്കാം. അപ്പോൾ ഒരു വാസസ്ഥാനം അതാ. ഭഗവാൻ സീതാദേവിയോട് കൂടിയിട്ട്, അറിവോട് കൂടിയിട്ട്, ജ്ഞാനത്തോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ മനസ്സിലുണ്ടാവുന്ന ചില ഗുണങ്ങളാണ് രാമായണം നമ്മളെ ബോധിപ്പിക്കുന്നത്. ഒന്ന് സമദൃക്കാവണം, ശാന്തമാവണം, മറ്റുള്ളവരുടെ ദ്വേഷമുണ്ടാവരുത്, പിന്നെ അങ്ങയെ ഭഗവാനെ ശരണാഗതി ചെയ്യുന്നവരുമാവണം, ഭജിക്കുന്നവരുമാവണം. അങ്ങനെയുള്ള മനസ്സിൽ അങ്ങക്ക് വസിക്കാം. ഒന്ന്. പിന്നെന്താ പറഞ്ഞത്? നിത്യധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ, എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭക്തിയോട് കൂടിയിട്ട് അമ്മേ, മഹാമായേ, ദേവി, ഗുരുവായൂരപ്പ, ചോറ്റാനിക്കരമ്മേ, കാടാമ്പുഴമ്മേ, ഇങ്ങനെയുള്ള ഭാവത്തിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമായി വിളങ്ങിയിടുന്ന മന്ദിരം. അവരുടെ ചിത്തസരോജം, അവരുടെ മനസ്സാകുന്ന താമര, ആ താമരയിൽ അങ്ങക്ക് വസിക്കാം. അപ്പം മനസ്സാണ് ഭഗവാനെ സീതാദേവിയോട് കൂടിയിട്ട് ശ്രീരാമചന്ദ്ര സ്വാമികൾക്ക് വസിക്കാനുള്ള മന്ദിരം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വാൽമീകി. മനസ്സിലായില്ലേ? ഇത് വലിയൊരു ഭാവ. മനസ്സാണ് ഈശ്വരനെ കുടിയിരുത്താനുള്ള മന്ദിരം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈശ്വര സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശുചിത്വമുള്ളിടത്തെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുള്ളൂ. ശുചിത്വമുള്ളിടത്തെ, ശുദ്ധിയുള്ളിടത്തെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുള്ളൂ. ഏറ്റവും ശുദ്ധിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. സകലതരത്തിലുള്ള ബിംബശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇതിനേക്കാളുമായിട്ടുള്ള ശുദ്ധികരമായിട്ടുള്ള കർമ്മം വേറെ ഇല്ല. അത്ര ശ്രീകോവിലാണ് ഏറ്റവും ശുദ്ധികരമായ സ്ഥലം. കാരണം സൂക്ഷ്മ രൂപത്തിലെ ദേവന്റെ സ്ഥാനം അവിടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ്. അതേ ശ്രീകോവിലാവണം നമ്മുടെ മനസ്സും, അതേ ശ്രീകോവിലാവണം നമ്മുടെ മനസ്സ്. മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവണമെങ്കിൽ, ഭഗവാൻ ഉണ്ടാവണമെങ്കിൽ, ഭഗവതി ഉണ്ടാവണമെങ്കിൽ അതേ രീതിയിലാവണമെന്ന് കാണിക്കുകയാണ്. ശുദ്ധി ഉണ്ടാവണം, ശുദ്ധിയുള്ളിടത്തേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദ്വേഷഹീനം. ക്രോധം ഉണ്ടാവാൻ പാടില്ല. ക്രോധമുള്ളവരുടെ മനസ്സ് ശുദ്ധിയാവില്ല. സമദൃഷ്ടികൾ, മറ്റുള്ളവരൊക്കെ വേറെ വേറെ കണ്ടുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മനസ്സ് ശുദ്ധമാവില്ല. ഇങ്ങനെയുള്ള ഒരു ഭാവങ്ങളുമില്ലാത്ത, ധർമ്മമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ചിത്തസരോജത്തിൽ ഒരു വിളക്കായിട്ട്
ഒരു ദീപമായിട്ട്. ശ്രദ്ധിക്കണം, രാമായണ ഈ വാൽമീകിയുടെ ഉപദേശേ, വാൽമീകി ബ്രഹ്മജ്ഞാനിയാണ്. ബ്രഹ്മജ്ഞാനിയായിട്ട് എങ്ങനെ കിട്ടണമെന്ന് പറയണ്ടേ? ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള വാൽമീകിയുടെ ഉപദേശം ഒന്ന് മനസ്സിലാക്കണം. ഋഗ്വേദത്തിൽ ഈശ്വര സങ്കല്പം എങ്ങനെയാണ് മനസ്സിൽ വെക്കുന്നതിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഋക്കായിട്ട്. അതിൽ പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹൃദയ അന്തർഭാഗത്തുള്ള ഒരു താമരയുടെ മുട്ടിൽ, ഹൃദയ താമരയുടെ മുട്ടിൽ അതിൽ വിളങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ ദീപനാളം. ആ ദീപനാളത്തിൻ്റെ വലിപ്പം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ അറിയോ? ഒരു നെന്മണിയുടെ രണ്ടറ്റത്തുമുള്ള ചെറിയ മുള്ളു പോലെയുള്ള ഭാഗമുണ്ട്. ഒരു നെന്മണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടറ്റത്തും സൂചിക്കുഴ പോലെയുള്ള ഒരു മുള്ളു പോലെയുള്ള ഭാഗം കാണാം. നെന്മണിയുടെ രണ്ടറ്റത്തും അത്ര വലുപ്പമുള്ളതായിട്ടുള്ള ഒരു ദീപം, കെടാത്ത ദീപം. ഋഗ്വേദത്തിൽ അത് വളരെ വ്യക്തമാണ്. ആ ദീപത്തെ കെടാതെ സൂക്ഷിക്കണം. ദീപത്തെ കെടാതെ സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദീപത്തെ ശ്രദ്ധിച്ചുകൂടിയിരിക്കണം. അല്ലേ? അല്ലേ? എവിടെയെങ്കിലും ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു വിളക്ക് ഇവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട്, ആരും നോക്കണമില്ല, ശ്രദ്ധിക്കണമില്ല. വിളക്ക് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോയി, എന്താ ഉണ്ടാവുക? കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്തുണ്ടാവും? അത് കെട്ട് കരിന്തിരിയായിട്ട് ഒരു കറുത്ത വര ഇങ്ങനെ കാണാം വിളക്കുമേ. അല്ലേ? അപ്പോൾ അത് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ തിരിയിൽ ചെറിയ ചെറിയ മഷി കട്ടകൾ വരുമ്പോൾ അതിനെ തട്ടിക്കളയണം. ഈ മഷിക്കെട്ടുകളെ തട്ടിക്കളയിലും എണ്ണ ഒഴിച്ചു കൊടുക്കലുമാണ് ഭഗവത് കർമ്മങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ഋഗ്വേദം കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ വേണ്ടി പറയണത്. ഇതിനുണ്ടാകുന്നതായിട്ടുള്ള സകലതരത്തിലുള്ള മഷികൾ, ഈ മനസ്സാവുന്ന ദീപത്തിലുണ്ടാകുന്ന മഷികളും അതിന് എണ്ണ കൊടുത്ത് അതിനെ ആ ദീപത്തെ ഇങ്ങനെ കെടാതെ ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് കർമ്മങ്ങൾ. ആ കർമ്മങ്ങളെ പോലെ തന്നെ ഇവിടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം എന്ന് പറയുകയാണ്. പിന്നെന്താ പറയുന്നത്? നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി. നിരീഹന്മാരായിട്ടുള്ളവര്, നിസ്പൃഹന്മാരായിട്ടുള്ളവര്, നിർദ്വന്ദ്വന്മാരായിട്ടുള്ളവര്, നിരീഹന്മാര്, യാതൊരു തരത്തിലുള്ള പ്രത്യേകമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവര്. ഇന്നത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമുക്ക് മനസ്സിന് പ്രശ്നമുള്ളൂ. അല്ലേ? ഇന്നത് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മനസ്സിന് പ്രശ്നമായി. അത് കിട്ടാണ്ട് വരുമ്പോൾ ദേഷ്യമായി. അല്ലേ? എനിക്ക് വേണ്ടാന്ന് പറയും. എനിക്ക് സാമ്പാർ ഉണ്ടായി കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ, ഊട് കഴിക്കാൻ പറ്റുള്ളൂ, അത് തന്നെ വേണം, എനിക്ക് സാമ്പാർ തന്നെ വേണം എന്ന് വയ്ക്കുമ്പോൾ ഈ സാമ്പാർ കൂട്ടാനായിട്ട് കിട്ടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്തായി? എനിക്ക് ചോറ് വേണ്ടാന്നുള്ള മട്ടം വരും. പക്ഷേ വേറൊരു ഭാവം എന്താ മനസ്സിൻ്റെ? എന്തായാലും വേണ്ടില്ല. അതല്ലേ പ്രസാദ ഊട്ടിനൊക്കെ ഒരു സ്വാദ് വേറെയാണല്ലോ. ശ്രദ്ധിച്ചിട്ടില്ലേ? ദേവിയുടെ പ്രസാദ ഊട്ടിനെ അതിൻ്റെ ഒരു സ്വാദ് വേറെയല്ലേ? ദേവിയുടെ ആ പ്രസാദത്തിൽ സ്വാദ് നമ്മൾ ഇന്നത് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല അവിടെ പോണത്. അല്ലേ? ഇന്നത് കിട്ടും, എനിക്ക് ഇന്നത് വേണമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ദേവിയുടെ പ്രസാദം വാങ്ങാൻ വേണ്ടി നമ്മൾ പോണത്. പക്ഷെ അവിടെ നിന്ന് അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന, അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന, മനസ്സിനുണ്ടാകുന്ന ആനന്ദം, അത് കഴിച്ചുണ്ടാകുന്ന ആനന്ദം പോലെ തന്നെ നിരീഹന്മാരായിട്ട്, നിസ്പൃഹന്മാരായിട്ട്, ഇന്ന തരത്തിൽ വേണമെന്നുള്ള യാതൊരു ഭാവവുമില്ലാതെ, നിർദ്വന്ദ്വന്മാരായിട്ട്, രണ്ടില്ല എന്നുള്ള ഭാവമില്ലാതെ വരുന്നവരുടെ ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം, അങ്ങനെയുള്ളവരുടെ മനസ്സ് അങ്ങയുടെ മന്ദിരമാവണം. അപ്പം മനസ്സിൻ്റെ എത്ര ഗുണങ്ങളാണ് അവിടെ പറഞ്ഞു തരണേ. ഈശ്വര സാന്നിധ്യം വേണമെങ്കിലേ, ഈശ്വര സാന്നിധ്യം വരണമെങ്കിൽ മനസ്സിൻ്റെ എത്ര ഗുണങ്ങളാ? ഒന്ന്, സമദൃക്കാവണം, മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാവാൻ പാടില്ല, സമചിത്തതയുണ്ടാവണം. അല്ലേ? സമചിത്തമായിട്ട് ഏത് തരത്തിലുള്ള അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും സമചിത്തതയോടുകൂടിയിട്ട് ചെയ്യുന്ന ഭാവത്തിലേക്ക് എത്തണം. സമചിത്തതയുണ്ടാവണം, ഭക്തി ഉണ്ടാവണം, ചില ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം, പലതിനെയും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതാവണം, നിർദ്വന്ദ്വനാവണം, രണ്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞത്, ഒന്നേ ഉള്ളൂ ഒരു മനുഷ്യന്മാകുന്ന പ്രപഞ്ചം.
ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരാൾ വാഴുന്ന പ്രപഞ്ചം ഏതാണ് എന്ന് പണ്ട് ചോദിക്കുന്നുണ്ട് ഒരു മുനികുമാരനോട് നാരദൻ. ഒരു ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അതിനെന്താ സംശയം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, മഹാപുരുഷനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാൻ എന്തെല്ലാം ഭാവങ്ങളിലാണ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഏതെല്ലാം ഭാവങ്ങളിലാണ്, അമ്മയുടെ ഏതെല്ലാം ഭാവങ്ങളിലാണ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതെല്ലാം ഭാവങ്ങളിലാണ്, കാത്യായനിയായിട്ടും ലക്ഷ്മിയായിട്ടും ചണ്ഡികാദേവിയായിട്ടും കൊടുങ്ങല്ലൂരമ്മയായിട്ടും ഓരോ ദിക്കിലും ഒരേ ഭാവമല്ലേ? അമ്മയുടെ ഭാവങ്ങൾ മുഴുവൻ നമ്മൾ കാണുന്നില്ലേ? ഇവിടെയുള്ള അമ്മ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാവമാണോ കൊടുങ്ങല്ലൂർ ചെന്ന് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മയുടെ ഭാവത്തിൽ നമുക്ക് കാണുക? അല്ല. ആ അമ്മയുടെ ഭാവമാണോ ചോറ്റാനിക്കൽ ചെന്ന് കഴിഞ്ഞാൽ, മേൽക്കാവിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന അമ്മയും അവിടെ നിന്ന് പടിയിറങ്ങി കിഴിക്കാവിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ഭദ്രകാളിയുടെ ഭാവവും ഒരേ സവിധത്തിൽ രണ്ട് ഭാവങ്ങളിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ അല്ലേ? അപ്പം ഭഗവാന്റെ ഭാവങ്ങൾ നമ്മളെ അനുഗ്രഹിക്കാനുള്ള ഭാവങ്ങളാണ്. നമ്മുടെ മനസ്സിലുള്ള ഭാവങ്ങളെ, ദുഷ്ടഭാവങ്ങളെ ഇല്ലാതാക്കി അനുഗ്രഹിക്കാനുള്ള ഭാവങ്ങളുള്ള നിരവധി ഭാവങ്ങൾ സ്വീകരിക്കുന്നതായിട്ടുള്ള ഇങ്ങനെ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്ങളെ ദത്തമായ എല്ലാ കർമ്മങ്ങളും അങ്ങയെ സമർപ്പിക്കുന്നവരാവണം അല്ലേ? കായേന വാച മനസ്സേ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാൽ. പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കായേനവ, ശരീരം കൊണ്ട് ചെയ്യുന്നതായാലും മനസ്സുകൊണ്ട് ചെയ്യുന്നതായാലും ബുദ്ധി കൊണ്ട് ചെയ്യുന്നതായാലും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നാരായണായേതി സമർപ്പയാമി, ജഗദംബായേതി സമർപ്പയാമി, ജഗദംബയ്ക്ക് ഞാൻ നിവേദ്യമായിട്ട് സമർപ്പിക്കണു എന്നുള്ള ഭാവത്തിൽ മനസ്സിനെ വളർത്തിയെടുക്കുന്നവർക്ക് അങ്ങ് സീതാദേവിയോട് കൂടിയിട്ട് അങ്ങക്ക് വസിക്കാം. അങ്ങനെ മനസ്സാണ് ഈശ്വരമന്ദിരം എന്ന് രാമായണം നമ്മളെ വാൽമീകി മഹർഷിയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, സന്തതം ത്വന്നാമമന്ത്ര ജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനം. അങ്ങയുടെ നാമങ്ങൾ ജപിച്ച്, മന്ത്രങ്ങൾ ജപിച്ച് മനസ്സ് ശുദ്ധമായ മനസ്സാകുമ്പോൾ എന്തുണ്ടാവും? മനസ്സിൽ ആർദ്രത വരും. ആർദ്രത വരുമ്പോൾ മനസ്സിൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ആർദ്രമായ മനസ്സോട് കൂടിയിട്ട്, മനസ്സ് ആർദ്രമാവുന്ന ഭാവത്തിലേക്ക് നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ അനുഭവിക്കുന്ന ഭക്തന്മാരെയാണ് അയോധ്യയിലും രാമക്ഷേത്രങ്ങളിലും ഇവിടെ രാമൻ്റെ മുമ്പിലിരുന്ന്, ദേവിയുടെ മുമ്പിലിരുന്ന് രാമനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സുമൊക്കെ ഈ രാമായണ ശീലുകളിലൂടെ ആർദ്രമായ മനസ്സ് വരുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും അല്ലേ? മനസ്സ് ആർദ്രമാകുമ്പോൾ എന്തുണ്ടാവും? മനസ്സ് ശുദ്ധമായി ആർദ്രമാവുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. അതുകൊണ്ടല്ലേ ദേവിയുടെ മുമ്പിലും ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്? ശരിക്കും മനസ്സ് ആർദ്രമായിട്ട് ദേവിയിൽ അർപ്പിച്ചിട്ട് ദേവിയുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. അതിൽ നിന്ന് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഉള്ളിലുള്ള സകല തരത്തിലുള്ള മനസ്സിലുള്ള അഴുക്കുകളും ഇല്ലാതാകും. അങ്ങനെയുള്ള ഭാവത്തിലേക്ക് അങ്ങക്ക് സീതാദേവിയോടുകൂടി വസിക്കാം. എന്നിട്ട് വാൽമീകി പറഞ്ഞു, ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതൂ ഞാനെടോ. ഇനി എൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. തൻ്റെ തന്നെ ആത്മകഥ അവിടെ പറയാൻ വേണ്ടി നോക്കുകയാണ്. ഈ ഭാവത്തിലുള്ളതിലേക്ക് ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയായിട്ട് ഞാൻ മാറിയതിൻ്റെ ഒരു ഭാവം എന്താണ്? ഞാനിപ്പോൾ ഈ ബ്രഹ്മമുനിയായിട്ട് വേദജ്ഞന്മാരുടെ ഋഷിയായിട്ട് മാറിയെന്നുള്ള തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും, നല്ല ജന്മം കൊണ്ട് ദ്വിജനായിട്ടുള്ള ഞാൻ, ഒരു ബ്രാഹ്മണനായിരുന്ന ഞാൻ, തൻ്റെ കർമ്മങ്ങളിൽ കൂടി ദുഷ്കർമ്മങ്ങളിൽ കൂടി ദുഷിച്ച കർമ്മങ്ങൾ ചെയ്ത് അതിലെ ഒരു സ്ത്രീയെയൊക്കെ വിവാഹം കഴിച്ച് അതിൽ കുട്ടികളൊക്കെ ഉണ്ടായി
ബ്രാഹ്മണൻ്റെ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാതെയായി. അവസാനം കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ ആശ്രമകഥകൾ. കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. നിരവധി ചതിച്ച് നിരവധി തരത്തിലുള്ള ജന്തുക്കളെ കൊന്ന് നിരവധി പേരെ ആക്രമിച്ച് അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ അതെല്ലാം തന്നെ മോഷ്ടിച്ചുകൊണ്ട് ജന്മനാ ബ്രാഹ്മണനായിരുന്ന ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഒരു ദുഷിച്ച ആളായിട്ട് മാറി. ഒരാളെ നല്ലവനാക്കുന്നതും ചീത്തയാക്കുന്നതും എന്താണ്? ജന്മമല്ല, കർമ്മമാണ്. ജന്മം കൊണ്ട് ഒരാൾ നല്ലവനോ ഒരാൾ മുഷിഞ്ഞവനോ ആവുന്നില്ല. ജന്മമല്ല, കർമ്മമാണ്. അത് വാൽമീകി പറയാണ്, ജന്മന ഞാനൊരു അതിശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണനായിരുന്നു. പക്ഷെ എൻ്റെ കർമ്മം കൊണ്ട് ഞാൻ ദുഷിച്ച മാർഗത്തിലൂടെ പോയിട്ട് എനിക്ക് നിരവധി തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായി. അവരെ പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പാപകർമ്മങ്ങൾ ഓരോന്നോരോന്നിട്ട് ചെയ്തു. കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്രമിച്ച് അങ്ങനെ ഓരോരോ പാകർമ്മം ചെയ്തു എന്ന് ഒരിക്കൽ സപ്തമുനികൾ വരുന്നതോ കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പരിച്ചിടുവാനായി. മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ. മധ്യാഹ്നമാർത്താണ്ഡനെ പോലെ നട്ടുച്ചതയ്ക്ക് ഉയർന്നു നിൽക്കുന്ന സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള സപ്തർഷികൾ 7 മുനിവര്യന്മാരിങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കർമ്മത്തെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന കർമ്മങ്ങളിൽ ഞാൻ വേഗം അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഉള്ളിലുള്ള ധനവും മുഴുവൻ മോഷ്ടിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോര മഹാവനെ ദൃഷ്ട്വാസ സംഭ്രമമെന്നോരരുൾ ചെയ്തു. തിഷ്ട തിഷ്ടത്വയാ കർത്തവ്യമത്ര കിം. തിഷ്ടത്വയാ കർത്തവ്യമത്ര കിം. തിഷ്ട നിക്കൂ, നീ നിക്ക്. എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നീ സപ്തർഷികൾ എന്നോട് ചോദിച്ചു. തൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീരാമേന്ദ്രസ്വാമികളുടെ മഹിമ കൊണ്ട്, നാമോച്ചാരണം കൊണ്ട് എങ്ങനെയാണ് മനസ്സ് ശുദ്ധമായി ബ്രഹ്മജ്ഞാനിയായിട്ട് മാറിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വാൽമീകി. വാൽമീകിയുടെ തത്വം തന്നെ ബ്രഹ്മജ്ഞാനമാണ്. ബ്രഹ്മജ്ഞാനമാണ് വാൽമീകി തത്വം. എങ്ങനെയാണ് ഈശ്വരൻ്റെ ഭാവത്തെ തൻ്റെ ഈശ്വര സങ്കല്പത്തിലൂടെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് കാണിക്കുന്നതാണ് വാൽമീകി. വേഗം തന്നെ ഈ സപ്തർഷികൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ എന്തിനാണ് ഇങ്ങനെയുള്ള കർത്തവ്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, പുത്രധാരാദികളുണ്ട് എനിക്കെത്രയും ക്ഷുത്തുൽ പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിക്കുമാറാകുന്നു. ഭാര്യാപുത്രാദികളുടെ വൃത്തി കഴിക്കാൻ ക്ഷുത്രോക്ഷു, അവരുടെ വിശപ്പ്, ദാഹം, അവരുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ വനത്തിൽ പോകുന്നവരെയൊക്കെ ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതൂ കേൾക്കണം. എന്നാ ഞങ്ങൾ പറയണതൊന്ന് കേൾക്കൂ എന്ന് പറയണം. എന്താ പറഞ്ഞത്? നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക. നീ പോയിട്ട് ഭാര്യയോടും പുത്രന്മാരോടും നിന്റെ കുടുംബത്തോടും പോയിട്ട് ഒരു ചോദ്യം ചോദിക്കണം. എന്താ ചോദിക്കണ്ടേ? നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ? നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഈ പാപകർമ്മങ്ങളുടെ ഫലം നിങ്ങളും കൂടി പകുതി എടുക്കുമോ എന്ന് ഭാര്യയോടും പുത്രന്മാരോടും പോയിട്ട് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറയണത് കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് വാൽമീകി പറഞ്ഞത്, എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടും അത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഒരു സംശയവുമില്ല, ഇവിടെ തന്നെ ഞങ്ങൾ നിൽക്കാം. നീ പോയി ഈ കാര്യം ചോദിച്ചിട്ട് തിരിച്ചു വരൂ.
നീ ചെയ്യുന്ന പാപകർമ്മങ്ങൾ സകലവരെ ഉപദ്രവിച്ച് അവരിൽ നിന്ന് വാങ്ങിയിട്ട് ഭാര്യാപുത്രാദികളെ മുഴുവൻ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ ഈ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലവും കൂടി കൂടിയിട്ട് നിങ്ങൾ അനുഭവിക്കുമോ എന്നൊന്ന് ചോദിച്ചിട്ട് വരാൻ വേണ്ടി അതിനനുസരിച്ചിട്ട് ഇത്ര ആകർണ്യ ഞാൻ അല്ലയോ ഭഗവാനെ, ശ്രീരാമചന്ദ്രസ്വാമികളെ, ശ്രീരാമ രാമ രാമ ശ്രീരാമ, അല്ലയോ ഭഗവാനെ, ഇത് ഞാൻ കേട്ട് വേഗം ചെന്ന് ആ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. പുത്രന്മാരോടും ഭാര്യമാരോടൊക്കെ ചോദിച്ചു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി, തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ, മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ. അതിൻ്റെ പാപമൊക്കെ നിങ്ങളും കൂടി കൂടിയിട്ടെന്ന് ഞാൻ ചെയ്ത ഈ കർമ്മങ്ങളുടെ ഭാരങ്ങളും പാപങ്ങളൊക്കെ നിങ്ങളും കൂടി കൂടിയിട്ട് പകുതി ഒന്ന് വഹിക്കുമോ, അതോ ഞാൻ തന്നെ ചെയ്തു തീർക്കണോ? ഈ പാപത്തിൻ്റെയൊക്കെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണോ, നിങ്ങൾക്കും കൂടി അനുഭവിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, സത്യം പറയണേ എന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. അല്ലയോ ഭഗവാനെ, അവരെന്നോട് ഉത്തരം എന്താ ചൊല്ലിയത്? നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ. തൻ കർമ്മഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ. ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ചെയ്യുന്ന ആളല്ലാതെ വേറൊരാൾക്ക് ഭുജിക്കാൻ വേണ്ടി പറ്റുമോ? അവരെന്നോട് ചോദിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. എൻ്റെ പുത്രധാരാദികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞതാണ്, ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലം ആരാണോ ചെയ്യുന്നത്, കർത്താവ് ചെയ്യുന്നത് ആരാണോ ചെയ്യുന്നത്, അവർ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കണ്ടേ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ തന്നെ അനുഭവിക്കണം. വാൽമീകിയുടെ ഒരു ഭാവം, ആ ഭാവം ഉണ്ടാക്കി കൊടുത്തതാരാ? വാൽമീകിയിലേക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചതാരാണ്? സപ്തർഷികളാണ്. അപ്പൊ രാമായണം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സജ്ജനങ്ങളുടെ സംഗമം, സാധുക്കളുടെ സമാഗമം മനസ്സിനെ മാറ്റും. സാധുക്കളുടെ സമാഗമമാണ്. ഈ സപ്തർഷികളെ കണ്ടില്ലായിരുന്നെങ്കിൽ വാൽമീകി ബ്രഹ്മജ്ഞാനിയാകുമായിരുന്നില്ല. ഈ സപ്തർഷികളെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ സാധുക്കള് ഉപദേശം കൊടുത്തു പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുവിടുകന്നേ വരൂ കേട്ടോ. അവനവൻ അനുഭവിക്കുന്ന കർമ്മങ്ങൾ അതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതിന് വേറൊരാൾ കൂട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. എനിക്ക് ഇന്ന ആളുണ്ടല്ലോ, എൻ്റെ ഭാര്യയുണ്ടല്ലോ, എൻ്റെ ഭർത്താവുണ്ടല്ലോ, എൻ്റെ അച്ഛനുണ്ടല്ലോ, അമ്മയുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അനുഭവിക്കാൻ എനിക്ക് വേറെ ആൾക്കാരും ബന്ധുബലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വേറൊരാളും അതിന് പങ്കുചേരാനുണ്ടാവില്ല. ആ കർമ്മത്തിൻ്റെ ഗുണഫലങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? ലൗകികമായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, പാപം ചെയ്തിട്ട് കൊണ്ടുവന്നതായിട്ടുള്ള ആഹാരവും വസ്ത്രവും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഉണ്ടായി. പക്ഷേ ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് രാമായണം നമ്മളെ ഇന്നത്തെ ദിവസം വാൽമീകിയിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്ന ഇന്നത്തെ പാരായണത്തിൻ്റെ ഒരു മൂലബിന്ദു എന്ന് പറയുന്നത് ഈ ഒരു ഭാവമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് വാൽമീകിയുടെ പത്നിമാര് കുട്ടികളും വാൽമീകിയോട് പറഞ്ഞു. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു. കഷ്ടം എന്ന് ചിന്തിച്ചുകൊണ്ട് വേഗം ആ തപോധനന്മാരുടെ സപ്തർഷികളുടെ അടുത്ത് പോയിട്ട് എല്ലാം തന്നെ പറഞ്ഞു. സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മന. ഈ സംസാര സാഗരത്തില്, ഈ സംസാരമാകുന്നതായിട്ടുള്ള സമുദ്രത്തിൽ വീണ് നീന്തലറിയാതെ നട്ടം തിരിയുന്നതായിട്ടുള്ള എന്നെ രക്ഷിക്കാൻ കരുണാമയനായിട്ടുള്ള അങ്ങ് വേണ്ട തരത്തിൽ എന്നെ ചേർത്ത് പിടിക്കണേ. ഞാനിപ്പോൾ ഈ സംസാര സാഗരത്തിൽ വീണു കഴിഞ്ഞു. ഈ സാഗരത്തിൽ വീണു കഴിഞ്ഞാൽ
ഇവിടുന്ന് ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങയെ ഞാൻ ശരണാഗതി ചെയ്യുന്നു. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. മഹാത്മാക്കളുടെ ഭൂഷണമല്ലേ ശരണാഗതന്മാരെ രക്ഷിക്കുക എന്ന് പറയുന്നത്. ദുഷ്ടനായിരുന്നു ഞാൻ, പക്ഷേ ഈ മഹാത്മാക്കളായിട്ടുള്ള നിങ്ങളെ ശരണം ചെയ്തതായിട്ടുള്ള, ശരണാഗതി ചെയ്തതായിട്ടുള്ള എന്നെ രക്ഷിക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ ഭൂഷണമല്ലേ. അതുകൊണ്ട് ശരണാഗതിയായിട്ടുള്ള എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ സപ്തർഷികളുടെ കാലിൽ വീണപ്പോൾ ഉത്തിഷ്ഠ ഭദ്രം ഉത്തിഷ്ഠതേ സന്തതം സ്വസ്ഥസ്തു ചിത്തശുദ്ധിസ്തൈ ദൈവാസ്തുതേ. ചിത്തശുദ്ധി ഉണ്ടാവട്ടെ, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ തപോധനന്മാർ എന്നെ അവിടുന്ന് ഉണർത്തി, വേഗം എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശമെന്നാൽ നിനക്കിതിനാലേ ഗതി വരും. നീ ഇപ്പോൾ നിന്റെ മനസ്സെന്തായി? നിങ്ങളുടെ മനസ്സിലുണ്ടായ മാറ്റം എന്താണ്? ഇപ്പോൾ യഥാർത്ഥമായ തത്വം നിനക്ക് മനസ്സിലായി. ഇതേവരെ പാപകർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന നിനക്ക് ഇപ്പോൾ യഥാർത്ഥമായ തത്വം മനസ്സിലായി. ഈ യഥാർത്ഥമായിട്ട് താൻ ചെയ്ത് പാപമാണെന്നും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കാനുണ്ടാവുള്ളൂ എന്നും വേറെ ആരും എനിക്ക് ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ കൂട്ടുണ്ടാവില്ലോ എന്നും തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അത് തിരിച്ചറിഞ്ഞാൽ പ്രായശ്ചിത്തമായി. അല്ലാണ്ട് കുഞ്ചര ശൗചമെന്ന് പറഞ്ഞ് ഭാഗവതത്തിൽ അജാമിളന്റെ ഉപാഖ്യാനത്തിൽ പറഞ്ഞ പോലെ അല്ലേ, പാപം ചെയ്യണു പശ്ചാത്തപിക്കുന്നു, പിന്നെയും പാപം ചെയ്യണു പശ്ചാത്തപിക്കുന്നു, പിന്നെയും പാപം ചെയ്യണു പശ്ചാത്തപിക്കുന്നു. പാപം ചെയ്യുന്നു, ദേവനോ ഗുരുവായൂരപ്പനോ ദേവിക്കോ കൊണ്ടുപോയിട്ട് വഴിപാട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പാപം ചെയ്യണു, പിന്നെയും കൊണ്ട് വഴിപാട് കൊടുക്കുന്നു. വീണ്ടും പാപം ചെയ്യുന്നു, പിന്നെയും കൊണ്ട് വഴിപാട് ചെയ്യുന്നു, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു പ്രദക്ഷിണം ചെയ്യുന്നു, നമസ്കരിക്കുന്നു. ഇത് ചോദിക്കണ്ടേ, കുഞ്ചര ശൗചവൽ ആനയെ കുളിപ്പിക്കുന്നത് പോലെയല്ലേ? ആനയെ പാപ്പൻ നല്ലോണം കുളിപ്പിക്കണു, കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആന മണ്ണ് വാരിയിടുന്നു. മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും കുളിപ്പിക്കുന്നു, മണ്ണ് വാരിയിടുന്നു, കുളിപ്പിക്കുന്നു, മണ്ണ് വാരിയിടുന്നു, കുളിപ്പിക്കുന്നു, മണ്ണ് വാരിയിടുന്നു. പാപം ചെയ്യുന്നു പശ്ചാത്തപിക്കുന്നു, പാപം ചെയ്യുന്നു പശ്ചാത്തപിക്കുന്നു. വല്ല കാര്യമുണ്ടോ? തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പാപം ചെയ്യാനുള്ള നീഹാരമിവ ഭാസ്കര, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എങ്ങനെയാണോ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ജലഗണങ്ങൾ ആ സൂര്യരശ്മിയേറ്റ് അതിൽ നിന്ന് ആവിയായിട്ട് പോകുന്നത്, അതുപോലെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപ കണങ്ങളെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് വേണ്ടത്. ആ പാപത്തിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കൊരു ഉപദേശം തരാം. ഈശ്വരഭക്തിയോട് കൂടിയിട്ടാണ് നിനക്കത് വേണ്ടത്. അതിന് നിനക്കൊരു ഉപദേശം തരാമെന്ന് പറഞ്ഞ് ദുർവൃത്തനേറ്റം ദുജാതമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നായിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്തതായിട്ടുള്ള ഈ ദുഷ്ടവൃത്തികളിൽ മുഴുകി മനസ്സ് പാപപങ്കിലമായിട്ട് രക്ഷിക്കണേ, അതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ശരണാഗതിയായിട്ടുള്ള ഇവരുടെ മോക്ഷമാർഗമുപദേശേന, അതിൽ നിന്ന് മാറാനുള്ള മാർഗത്തെ ഉപദേശിക്കുകയാണ്. രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന, പരബ്രഹ്മബോധത്തെ ശരിയായ മാർഗത്തെ ഉപദേശിച്ചെന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്തു. അപ്പോൾ വേഗം ഇത്തമുക്ത രാമനാമവർണ്ണദ്വയം, രാമനാമത്തിൻ്റെ വർണ്ണങ്ങൾ, രണ്ട് വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം, രണ്ടക്ഷരങ്ങൾ, രാമനാമത്തിൻ്റെ രണ്ടക്ഷരങ്ങൾ, രാ എന്നും മാ എന്നും ഉള്ള രണ്ടക്ഷരങ്ങൾ ഈ ദുഷ്ടനായിട്ടുള്ള ഈ വാൽമീകിക്ക് ചൊല്ലിക്കെടുക്കാമെന്ന് തീരുമാനിച്ച് നിത്യം രാമരാമ എന്ന് ചെല്ലണ്ട, മരങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നതല്ലേ, മരങ്ങളിലും കാട്ടിലും വസിക്കുന്ന ആളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇത്തമുക്ത നിത്യം മരാമരത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരതം, ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട് അനാരതമായിട്ട് നീ ഏതെങ്കിലും വൃക്ഷത്തിന് ചുവട്ടിൽപ്പെടുന്നിട്ട് മരാമരേത്യേവം മരാമരാ മരാ 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 എന്നങ്ങോട്ട് ജപിച്ചോളാൻ പറഞ്ഞു സപ്തർഷികൾ എന്നോട്.
വാൽമീകി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാനോടെ, രാമനാമം കൊണ്ട് എങ്ങനെയാണ് ഞാൻ ബ്രഹ്മജ്ഞാനിയായത്, അങ്ങയെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് ശ്രീരാമേന്ദ്ര സ്വാമികളോട് വാൽമീകി തന്നെ ആത്മകഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സ് ഇങ്ങനെയായിട്ട് മാറിയത്, ദുഷ്ടനായിട്ടുള്ള എൻ്റെ മനസ്സിനെ സപ്തർഷികൾ വേണ്ട വന്ന് അവർ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വർണ്ണങ്ങളായിട്ടുള്ള 2 വർണ്ണങ്ങൾ മരാ 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 മരാമ, മനസ്സിലായില്ലേ അല്ലേ? മരാമര എത്തിയേവം, മരാമരെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന നിത്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ ജപിച്ചിരുന്നിടു നീ, ഞങ്ങൾ പോയിട്ട് വരുന്നോളം നീ ഇവിടെ ഇരുന്നിട്ട് മരാ 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 എന്ന് ജപിച്ചിരുന്നോളാം പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് അവരവിടുന്ന് പോയി. സപ്തർഷികൾ അവിടുന്ന് പോയി. ഈ സപ്തർഷികളുടെ വാക്ക് കേട്ട് സജ്ജന സംഗമത്തിലൂടെ ഈ ഉപദേശം കേട്ട് മനസ്സ് നന്നാവണമെന്നുള്ള മോഹം വന്നു. എങ്ങനെയാ വന്നത്? ഈ തിരിച്ചറിവ് വന്നത് എങ്ങനെയാ? ഭാര്യാപുത്രാദികളുടെ വാക്കുകളാണ് അല്ലേ? ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, ഈ പാപഫലങ്ങളൊന്നും ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള അതിൽ നിന്ന് തിരിച്ചറിവ് വന്ന് സജ്ജനമായിട്ടുള്ള ഈ സപ്തർഷികളുടെ സംഗമം കൊണ്ട് മനസ്സിന് മാറ്റം വന്ന് അവര് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ അഹം നത്വാ മരേതി ജപിച്ചിരുന്നേനഹം, ഞാനിങ്ങനെ മരാ മരാ എന്ന് പറഞ്ഞ് ഇരുന്ന് സഹസ്രയുഗം കഴിവോളം അനേക കാലം ഞാനിങ്ങനെ മരാ മരാ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വൽമീകം കൊണ്ട് മൂടി. ചിതൽപുറ്റ് കൊണ്ട്, വൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റ് കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ മൂടിക്കഴിഞ്ഞു. സപ്തർഷികൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വൽമീകമധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. ഈ വൽമീകത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവർ കേട്ടത് എന്താണ്? വൽമീക മധ്യത്തിൽ നിന്ന് ഈ മുനിമാർ കേട്ട ശബ്ദം എന്താ? രാമ 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 പാഹി മാം, രാമ 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 പാഹി മാം, രാമ 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 എന്നൊരു ശബ്ദം കേൾക്കണേ. അവർ പറഞ്ഞു കൊടുത്തത് എന്താ? മരാമ രാമ രാമ രാ എന്ന് പറഞ്ഞു കൊടുത്ത ശബ്ദം അനേക കാലം ഉപസിച്ചുകൊണ്ട് അത് ചൊല്ലി അത് വൽമീകം കൊണ്ട് നിറഞ്ഞിരുന്നതായിട്ടുള്ള എൻ്റെ അടുത്തേക്ക് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ വൽമീക മധ്യത്തിൽ നിന്ന് ശ്രീരാമനാമം പാടൂ പൈങ്കിളി പെണ്ണേ, കിളിപ്പാട്ട് പോലെ, കിളിക്കൊഞ്ചൽ പോലെ ശ്രീരാമൻ്റെ നാമം ഇങ്ങനെ കേൾക്കുന്ന പോലെ ഇവർക്ക് ഇങ്ങനെ കേട്ടു എന്നാണ്. ശ്രീരാമ രാമ 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 എന്നുള്ള ഇങ്ങനെ കേട്ട് വേഗം തന്നെ അവർ പറഞ്ഞു, വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ. ഈ വൽമീകത്തിൽ നിന്ന്, ഈ ചിതൽപുറ്റിൽ നിന്ന് രാമനാമത്തോടു കൂടിയിട്ട് ഉണർന്നു വരുന്ന മറ്റൊരു ജന്മം, ജീവന്റെ മറ്റൊരു ഭാവം ഉണർന്നു വരുന്ന അങ്ങ് ഇനി മുതൽ വാൽമീകത്തിൽ നിന്ന് ഉണർന്നതായതുകൊണ്ട് അങ്ങ് വാൽമീകി എന്നുള്ള പേരിലുള്ള ബ്രഹ്മജ്ഞാനിയായിട്ട് മാറുമെന്ന് പറഞ്ഞ് അവരെന്നെ അനുഗ്രഹിച്ചു. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയ ബ്രഹ്മജ്ഞാനാഗനീ, ബ്രഹ്മജ്ഞാനിയായിട്ട് മാറട്ടെ. സകല അറിവും, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മം. അപ്പൊ നിങ്ങൾ രാമായണത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ, കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ പതുക്കെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് ഇതിൻ്റെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഭഗവാൻ. മനസ്സിലായില്ലേ? അഹം ബ്രഹ്മാസ്മി കേട്ടിട്ടില്ലേ? ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു എന്നർത്ഥം. ഈശ്വരൻ എവിടെ തന്നെയുള്ളത്? തൻ്റെ ഉള്ളിൽ തന്നെ. തൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ശ്രീകോവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത് തൊഴുതുമ്പോൾ ദേവി ദാ നിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഉണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അഹം ബ്രഹ്മാസ്മി. തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ യജുർവേദത്തിൽ പറഞ്ഞിരിക്കണു. തത്വമസി ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി, തത്വം അസി. സമവേദത്തിൽ പറഞ്ഞിരിക്കണം. അതും ഇത് തന്നെ, ഞാൻ നീയാകുന്നു, ഞാനും നീയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല.
പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കണു. പ്രജ്ഞാനം ബുദ്ധി എന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പൊ ഈശ്വരനാണെന്നുള്ള ബ്രഹ്മജ്ഞാനം, ഞാനാണ് ഈശ്വരൻ എന്നുള്ള ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഈ കാണുന്ന ശരീരമല്ല എന്നുള്ള ഭാവത്തിലേക്ക് എത്തണം. ഈ ശരീരം ഈശ്വരഭാവത്തിലുള്ള ബ്രഹ്മത്തിന് വസിക്കാനുള്ള ഒരു ഉപാധി. ഘടാകാശം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് കേട്ടുകൊണ്ട് ഈ വാൽമീകിയുടെ ആത്മകഥയോട് കൂടിയിട്ട് ഇന്നത്തെ നമ്മൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഘടാകാശം, ഘടം എന്ന് പറഞ്ഞാൽ കുടം. ഘടാകാശം പോലെയാണെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരവും അതിൻ്റെ ഉള്ളിലുള്ള പരമാത്മാവും. ഒരു കുടം അവിടെ വെറുതെ ഇങ്ങനെ വച്ചിരിക്കുമ്പോൾ നമുക്കെന്ത് തോന്നും? ഒരു മൺകുടം അവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. എന്താ തോന്നുന്നത്? നമ്മൾ അതിലെന്താ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? അതൊന്നുമില്ലായിരുന്നു പറയും, അല്ലേ? അതിലൊന്നുമില്ല. അത് വെറുതെ ഇരിക്കുന്ന ഒരു കുടം ഇങ്ങനെ മലത്തി വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്നു. പക്ഷെ അത് ഒന്നുമില്ലാത്തതാണോ? ഘടാകാശം, അതിൻ്റെ ഉള്ളിൽ ആകാശമുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ആകാശം, ഈ പ്രപഞ്ച ആകാശം, ഇത് അതിൻ്റെ ഉള്ളിലുണ്ട്. വായു അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന പോലെ ഇത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ആവരണമുണ്ട്, കയറിയിരിക്കുന്നതിനുള്ള ഒരു ആവരണമുണ്ട്, അല്ലേ? അപ്പം അതിൻ്റെ രൂപം എന്തായി? ഒരു കുടത്തിൻ്റെ രൂപമായി. അത്രേ ഉള്ളൂ. വെള്ളം കുടത്തിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആകൃതി എന്തായി? കുടത്തിൻ്റെ ആകൃതിയായി. അതുപോലെ ആകാശം അതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എന്തായി? അത് കുടത്തിൻ്റെ ആകൃതിയായി. ഈ കുടം അങ്ങോട്ട് പൊട്ടിപ്പോയി. കുടം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആകാശം ഈ വലിയ ആകാശവുമായിട്ട് അങ്ങോട്ട് ചേരും. ഘടാകാശേന, ഈ ഘടാകാശം പോലെയാണ് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഈ ഭാവം. അതൊരു കുടത്തിലുള്ള ആകാശം പോലെ നമ്മുടെ ശരീരമാകുന്ന കുടത്തിൽ അതിങ്ങനെ നിൽക്കും. ഈ ശരീരത്തെ അതിൽ നിന്ന് വേർപിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ വയ്ക്കണം. നല്ലൊരു ഉദാഹരണത്തിലൂടെ ഞാൻ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പ്രഭാഷണത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കൊന്നും അത്ര വേണ്ട ആവശ്യമില്ല. എന്നാലും എങ്ങനെയാവണം? ഈ കൊട്ടത്തേങ്ങ പോലെ ആവണം. കൊട്ടത്തേങ്ങയ്ക്ക് എന്താ പ്രത്യേകത? തേങ്ങയ്ക്ക് നാളികേരം വലിയ ഒരു സ്ത്രീഫലമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ത്രീത്വമുള്ള, ഏറ്റവും ഐശ്വര്യമുള്ള ഫലമാണ് നാളികേരം. അതുകൊണ്ടാണല്ലോ നാളികേരമില്ലാത്ത ഒരു ഭഗവൽ ചടങ്ങുമില്ല, നാളികേരം ഉപയോഗിക്കാത്ത ഒരു ഭഗവൽ ചടങ്ങുകളുമില്ല. നീരാഞ്ജനം മുതൽ ഇങ്ങോട്ടുള്ള നമ്മൾ മുട്ടിറക്കുന്നതായിട്ടുള്ള ഭാവത്തിലുള്ള സകലത്തിലും ഉപയോഗിക്കുന്നത്. വേറെ എത്ര ഫലങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ? നാളികേരം വലിയൊരു തത്വമാണ്. ഈ തത്വം പോലെ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. രാമ എന്നുള്ള തത്വം എന്താ? നാളികേരം, പച്ചയായിട്ടുള്ള നാളികേരത്തിൻ്റെ ഫലത്തിൻ്റെ ഉൾക്കാമ്പ് അതിൻ്റെ ചിരട്ടയോട് ചേർന്നിരിക്കും, അല്ലേ? എന്നാൽ അത് ഉണങ്ങി കഴിയുമ്പോൾ പതുക്കെ ആ ഉൾക്കാമ്പ് ആ ചിരട്ടയിൽ നിന്ന് പതുക്കെ വിട്ടു തുടങ്ങ് അത് കൊട്ടത്തേങ്ങയായിട്ട് മാറും. ആ കാമ്പ് അതിൻ്റെ ഉള്ളിൽ കിടക്കും, കിടുകിടുന്ന് കിടുകിടുന്നിരിക്കും. പിന്നെ അതിന് ചിരട്ടയുമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ടാവും. എന്തൊരു തത്വ പറഞ്ഞു തരണത്! ഇങ്ങനെ ചിരട്ടയായിട്ടുള്ള ബന്ധമില്ലാണ്ടായി കഴിഞ്ഞാൽ സത്ത് അവിടെ ഉണ്ടേനും ചിരട്ട പൊട്ടിപ്പോയാലും സത്ത് അവിടെ ഇങ്ങനെ നിൽക്കും. ശരീരമാകുന്ന ചിരട്ട പൊട്ടിപ്പോയാലും ശരീരത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഉള്ളിലിങ്ങനെ എടുക്കുന്നതായിട്ടുള്ള സത്ത് അവിടെ ഉണ്ടാവണം. അപ്പോൾ ചിരട്ട പൊട്ടിപ്പോണത് നമ്മൾ അറിയേയില്ല, ചിരട്ട പൊട്ടിപ്പോണതേ അറിയില്ല. അതേപോലെ ആവണം. ഘടാകാശേന, ഘടാകാശം പോലെ ആവുന്ന രീതിയിലേക്ക് ആവണം. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. രാമനാമത്തിൻ്റെ പ്രഭാവം കൊണ്ട്, അറിഞ്ഞിട്ടല്ലാതെ, അല്ലേ? അറിഞ്ഞിട്ട് ഞാൻ ജപിച്ചതൊന്നുമല്ല. എനിക്ക് നാമത്തിൻ്റെ എല്ലാ അക്ഷരങ്ങളും വ്യാകരണങ്ങളും തത്വങ്ങളും മുഴുവൻ പറഞ്ഞു തന്നിട്ട് മനസ്സാക്കി തന്നിട്ട് ജപിച്ചതൊന്നുമല്ല. മര എന്ന് പറഞ്ഞിട്ടും ഞാൻ ജപിച്ചത് എന്തായി? രാമനാമായി.
ആ രാമനാമത്തിൻ്റെ മഹത്വം സാങ്കേത്യം വാ പാരിഹാസം വാ എന്നാണ്. സാങ്കേതികമായിട്ട് ജനിച്ചാൽ മതി എന്നാണ്. അങ്ങനെയുള്ള ആ മഹത്വം കൊണ്ട് ഞാൻ ഇങ്ങനെയായിച്ച മഞ്ഞീടിനേൻ. അങ്ങയുടെ ആ നാമത്തിൻ്റെ രാമരാമ എന്നുള്ള നാമത്തിൻ്റെ മഹത്വം കൊണ്ടല്ലേ ഭഗവാനെ അതീവ ദുഷ്ടനായിരുന്ന ഞാൻ എല്ലാ ദുഷ്ടത്വവും മാറി മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയായിട്ട് മാറിയിട്ട് ഈ പർണശാലയിൽ, ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള പർണശാലയിൽ നിരവധി മുനിമാരാൽ ആവൃതമായിട്ടുള്ള പർണശാലകൾ നിറഞ്ഞതായിട്ടുള്ള ഇവിടെ ഞാനിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് നേരിട്ട് ദർശനം നൽകാൻ വേണ്ടിയിട്ട് അങ്ങ് സന്നിഹിതനായിട്ട് ഇവിടെ എത്തിയതും ആ രണ്ടക്ഷരങ്ങളുടെ ശക്തിയല്ലേ. അവിടെയാണ് രാമശക്തി. രാമൻ്റെ ശക്തി, രാമനാമം നമ്മളെ ഈശ്വര സവിധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കും. ഈശ്വര സവിധത്തിലേക്ക് എത്താനുള്ള വളരെ എളുപ്പമായിട്ടുള്ള മാർഗമാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും നാമം. എത്ര എളുപ്പാ! എത്ര ലളിതമായിട്ടുള്ള അക്ഷരങ്ങളാണ്. ലളിതമായിട്ടുള്ള അക്ഷരങ്ങൾ രാമ 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 എന്ന് ജപിക്കാൻ അത്തരത്തിലുള്ള രാമനാമം കൊണ്ട് എല്ലാ പാപങ്ങളും ഇല്ലാണ്ടായി ഈശ്വര സന്നിധിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ലേ ഇന്ന് സീതാ സുമിത്രാത്മജന്മാരോടും സീതയോടും ആത്മജനായിട്ടുള്ള ലക്ഷ്മണനോടും കൂടിയിട്ട് നിന്നെ മുതാ കാൺമതിന്നവകാശവും, ഭഗവാനെ അങ്ങയെ കാണാനുള്ള അവകാശം എനിക്ക് കിട്ടിയില്ലേ, മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധിയായിട്ടുള്ള ഭഗവാനെ മുന്നം ചെയ്ത പുണ്യങ്ങളെ കൊണ്ടാവാം, മുജ്ജന്മങ്ങളുള്ള പുണ്യങ്ങളെ കൊണ്ടാവാം. മുജ്ജന്മത്തിൽ ചെയ്ത നമുക്ക് മുജ്ജന്മ ആരാന്ന് അറിയാനുള്ള സിദ്ധി നമുക്കില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കറിയായിരുന്നു. മുനീശ്വരന്മാർക്ക് സിദ്ധിയുണ്ട്. യോഗം കൊണ്ടാണ് സിദ്ധി വരിക. അനേക യോഗം കൊണ്ട് 18 സിദ്ധികളുണ്ട് അല്ലേ? പരകായ പ്രവേശം, എപ്പോഴാണ് സമാധിയാവുക, ഇതൊക്കെ തിരിച്ചറിയുന്ന മുനീശ്വരന്മാരുണ്ട്. എപ്പോഴാണ് തൻ്റെ പ്രാണൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോവുക എന്ന് മുൻകൂട്ടി കാണുന്ന മുനീശ്വരന്മാരുണ്ട്. അനേക കാലത്തെ യോഗ കൊണ്ട് പാകം വന്ന മനസ്സ്. നമുക്ക് ആ സിദ്ധി വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മുജ്ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല. ഉണ്ടോ? അതെന്താ കാരണം? ഈ ജീവൻ ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം ഈ ജന്മം മറക്കും. ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം ഈ ജന്മം മറക്കും. പിന്നെ ആ ജീവൻ നേരത്തെ ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കണ പോലെ കീറിയ വസ്ത്രം മാറി വേറൊരു വസ്ത്രം ഉടുക്കുന്ന പോലെ വേറൊരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ ജന്മം ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പഴയ ജന്മം ഓർമ്മയില്ല. ഇപ്പം നമ്മുടെ ജന്മം മനുഷ്യജന്മം അല്ലേ? ഇതിനു മുമ്പ് ആരാന്നുള്ളത് ഓർമ്മയില്ല. പക്ഷേ മുജ്ജന്മത്തിൻ്റെ അല്ലെങ്കിൽ കാർന്നോമാരുടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മുതൽ നമ്മുടെ കാർന്നോമാരുടെയൊക്കെ ആ ഭാവം കൊണ്ടാവാം നമുക്ക് ചിലപ്പോൾ ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നണത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. കുട്ടികളൊക്കെ ധാരാളം വന്നിരിക്കുന്ന സദസ്സിലൊക്കെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്ത പുണ്യഫലങ്ങളുടെ ഫലമായിട്ടാവാം അവർക്ക് ഇവിടെ വന്ന് കുറച്ചു നേരം ഇത് കേൾക്കണമെന്നും ഇതൊന്ന് ചെയ്യണമെന്നൊക്കെ തോന്നണത്. ചിലപ്പോൾ അവർ ചെയ്ത കർമ്മം കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവർ കുട്ടികളാവും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കാൻ ബാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പിന്നെ ആരാവും? കുട്ടികളാവും, പേരക്കുട്ടികളാവും. അതേപോലെ രാമരാമ എന്നുള്ള ആ രാമായണത്തിൻ്റെ മഹത്വം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു. പണ്ട് ഞാൻ ബ്രാഹ്മണനായിരുന്നപ്പോൾ ചെയ്ത ആ പുണ്യഫലങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. ആ ഫലം ഇപ്പോൾ ഇവിടെ രണ്ടാമത്തൊരു ജന്മം കിട്ടിയ പോലെ വൽമീകത്തിൽ നിന്ന് വന്ന് ചിത്തശുദ്ധി വരുത്തി, ആത്മശുദ്ധി വരുത്തി, ഈ വൽമീകത്തെ പൊട്ടിച്ചെറിഞ്ഞ്, ഈ ആവരണമായിട്ടുള്ള ചിതൽപുറ്റിനെ പൊട്ടിച്ചെറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള എൻ്റെ ഈ ജന്മം അങ്ങയുടെ അനുഗ്രഹം കൊണ്ടല്ലേ, രാമരാമ എന്നുള്ള മന്ത്രം ജപിച്ചതുകൊണ്ടല്ലേ. അതുകൊണ്ട് ത്രാണനിപുണനായിട്ടുള്ള ത്രിദശ കുലാപതിയായിട്ടുള്ള അയോധ്യാപതിയായിട്ടുള്ള രാമ ഭഗവാനെ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് വാൽമീകി നമസ്കരിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ
ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് വാൽമീകി ഭഗവാനോട് പറഞ്ഞു, ദാ സീതയോടുകൂടി വസിക്കാനായിട്ടുള്ള എൻ്റെ ആശ്രമത്തിലുള്ള സ്ഥലം ഞാൻ അങ്ങക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വാൽമീകിയെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി രാമായണത്തിൽ പറഞ്ഞതാണ്. മനസ്സാണ് ശ്രീരാമേന്ദ്രൻ്റെ സ്ഥാനം. ശ്രീരാമേന്ദ്ര സ്വാമികൾ മനസ്സിലാണ് അയോധ്യ. ശ്രീരാമേന്ദ്രൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ശ്രീകൃഷ്ണൻ്റെ സ്ഥാനം വൈകുണ്ഠമാണ്, അത് നമ്മുടെ മനസ്സാണ്. അല്ലേ? വൈകുണ്ഠം എന്ന് പറയുന്നത് മനസ്സൊരു വൈകുണ്ഠമാണെങ്കിൽ ആ എങ്കിൽ എന്നാണ് നമ്മുടെ മോഹം വേണ്ടത്. അതുപോലെ അയോധ്യാപതിയായിട്ടിരിക്കുന്ന ശ്രീരാമേന്ദ്ര സ്വാമികളുടെ ഒരു സ്ഥാനം നമ്മുടെ മനസ്സാകണം എന്നുള്ള ഭാവത്തിൽ വേഗം ചെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായൊരു ഉടജം തീർത്തു മുനി. ചിത്രമായിട്ടുള്ള ഒരു ഉടജത്തെ അതിമനോഹരമായിട്ടുള്ള ഒരു പർണശാലയുടെ നിർമ്മിച്ചു. മുനി വേഗം ആ മുനിവര്യന്മാരെ കൊണ്ട് ഗംഗയുടെ തീരത്ത്, ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഗംഗയുടെ തീരത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു പർണശാല നിർമ്മിച്ച് അതിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ട് ശാലകളിൽ ലക്ഷ്മണനും ശ്രീരാമചന്ദ്രസ്വാമികൾക്കും സീതയ്ക്ക് വേറെയുമായിട്ടും 2 പർണശാലകൾ പണിത് നിങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് സാദരം ആനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനീവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദേവമുനീവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദേവരാജനായിട്ടുള്ള ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ സകലതരത്തിലുള്ള ദേവന്മാരാലും പൂജിതനായിട്ട് എങ്ങനെയാണോ അവിടെ ഇന്ദ്രലോകത്ത് വാഴുന്നത്, അതേപോലെ വാൽമീകിയുടെ അനുഗ്രഹത്താൽ ചിത്രകൂട പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വാൽമീകി മഹർഷിയാൽ നിർമ്മിതമായ പർണശാലയിൽ ഒരു രത്നം പോലെ, ഒരു നക്ഷത്രം പോലെ ശ്രീരാമചന്ദ്ര സ്വാമികൾ അവിടെ ഇങ്ങനെ തിളങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് പതുക്കെ നമ്മളെ ആരണ്യകാണ്ഡത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ദശരഥൻ്റെ ചരമവും. പിന്നെ അയോധ്യയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഭഗവാൻ അവിടെ വളങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ദശരഥൻ ശരീരം ഉപേക്ഷിക്കുന്നതും പിന്നെ ഭരതൻ വേഗം വന്ന് തൻ്റെ ഭവനത്തിൽ വന്ന് ഏട്ടനെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിത്രകൂട പർവ്വതത്തിലേക്ക് എത്തുന്ന ഭാവങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. പാരായണം ചെയ്തൊന്നുമില്ല. ദശരഥൻ്റെ ചരമം പാരായണം ചെയ്തോ? ഇതുവരെ പാരായണം ചെയ്തത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാവങ്ങൾ നാളെയായിട്ടും നമുക്ക് ചെയ്യാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ശ്രീഭദ്രേ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സകലം ശ്രീനാരായണായേതി സമർപ്പയാമി. സകലം ശ്രീ ജഗദംബായേതി സമർപ്പയാമി. സകലം ശ്രീ സദാശിവായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.
ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. 2 ദിവസമായിട്ട് ഈ രാമായണ മാസക്കാലത്ത്, പുണ്യമാസക്കാലത്ത് അതിശ്രേഷ്ഠമായിട്ടുള്ള കാടാമ്പുഴ ഭഗവതിയുടെ അമ്മയുടെ തിരുമുമ്പിൽ ഇങ്ങനെ ഭഗവത് കഥകളെ കുറച്ചു നേരം അനുസ്മരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ അമ്മയുടെ പാദകമലങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതിനവസരം തന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും അകൈതവുമായിട്ടുള്ള എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമനാമം എല്ലാവരുടെയും മനസ്സിൽ ജീവിതകാലം മുഴുവൻ തെളിഞ്ഞ് മങ്ങാതെ മറയാതെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.